വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. സീരിയസ് ആയിട്ട് കേൾക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് കണ്ടു. ദൈവരാജ്യം എന്നതായ വിഷയം വളരെ പ്രധാനപ്പെട്ടതായ വിഷയമാണ്. ഈ ഒരു വിഷയമാണ് യേശു തൻ്റെ ശുശ്രൂഷയിൽ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞത്. യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ദൈവരാജ്യത്തെ യേശു ഇന്നാഗുറേറ്റ് ചെയ്തു. അത് ജസ്റ്റ് പറയുക മാത്രമല്ലായിരുന്നു, ഇന്നാഗുറേറ്റ് ചെയ്തു. ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവന്നു. ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ ക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ. ദൈവരാജ്യ ശക്തിയായ ആത്മശക്തി ഭൂമിയിൽ ആര് കൊണ്ടുവന്നു? ക്രിസ്തു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ പഠിപ്പീരുകളെല്ലാം ദൈവരാജ്യം എന്ന വിഷയമായിരുന്നു. ഉപമകളിൽ കൂടെയാണ് യേശു പഠിപ്പിച്ചത്. ഉപമ കൂടാതെ യേശു ഒന്നും പഠിപ്പിച്ചില്ല. എന്തു പഠിപ്പിക്കുന്നതിലും ഉപമയാണ്. ഉപമയിൽ എല്ലാം യേശു എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഉപമകൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഉപമകളും ദൈവരാജ്യത്തിൻ്റെ ഓരോ വശങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ മരണശേഷം യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 40 ദിവസം ശിഷ്യന്മാരെ വീണ്ടും പഠിപ്പിക്കുന്നു. എന്തായിരുന്നു? നമ്മൾ കണ്ടു, ദൈവരാജ്യം എന്ന വിഷയമാണ്. ദൈവസഭയിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച എന്താണ്? ദൈവരാജ്യമാണ്. അവസാനം ഏറ്റവും ശക്തമായൊരു ലേഖനം പൗലോസ് എഴുതുന്നുണ്ട്, റോമാലേഖനം. ഈ റോമാലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്: റോമിൽ ഒരു ലേഖനം എത്തിച്ചാൽ ലോകത്തിന് 4 ഭാഗത്തേക്കും അത് പൊക്കോളും. കാര്യം അന്നത്തെ മെയിൻ സെൻറ്ററാണ് റോം. ഒരു വിശ്വാസി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ബാലപാഠങ്ങളാണ് റോമാലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്. വിശ്വാസലാവും നാം എല്ലാവരും നന്നായി പഠിക്കേണ്ടതായ ഒരു ലേഖനമാണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ബേസ് അത് നമുക്ക് ശരിയായിട്ട് കിട്ടുകയുള്ളൂ. ആ ലേഖനത്തിൽ എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? 14-17 പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചാണ് ആ കൺസെപ്റ്റ് അവിടെയും അത് ഡെവലപ്പ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ബൈബിളിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ എന്താണ് ദൈവരാജ്യം എന്നുള്ള വിഷയം നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ ദൈവരാജ്യം, കർത്താവ് നമ്മളെ പഠിപ്പിച്ച ദൈവരാജ്യ സത്യങ്ങൾ ആസ് ഇറ്റ് ഈസ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അല്പം പോലും വ്യത്യാസം വരുത്താതെ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശുവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണം. യേശു പഠിപ്പിച്ചെങ്കിലേ ജനങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാകത്തുള്ളൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ശിഷ്യരായിട്ട് മാറുക. അവിടെ രൂപാന്തരമൊന്നും വരത്തില്ല. നമ്മുടെ കൂടെ ഇനി നടക്കുന്നേ ഉള്ളൂ. യേശു പഠിപ്പിച്ച ആസിറ്റീസ് നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് കേൾക്കുന്നവരുടെ ഉള്ളിൽ ആത്മാവ് ക്രിയ ചെയ്ത്, ആത്മാവരെ കൺവിക്റ്റ് ചെയ്ത്, ആത്മശക്തിയാൽ അവർ നിറഞ്ഞ് അവർ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. നമ്മുടെ ശുശ്രൂഷ എന്താണ്? ഇത് പഠിപ്പിക്കുക, ജനങ്ങളെ യേശുവിലേക്ക് ആകർഷിപ്പിക്കുക, യേശുവിലേക്ക് ദൈവത്തിലേക്ക് ജനത്തെ നയിക്കുക. ഇതാണ് നമ്മുടെ ശുശ്രൂഷ. ദൈവസന്നിധിയിൽ അത് വിശുദ്ധരും നിഷ്കളങ്കരുമായ ജനങ്ങളെല്ലാം മാറുവാൻ വേണ്ടി ഉള്ളൊരു ശുശ്രൂഷയിൽ നാമും അത് ആയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്തിനാണ് പിതാവ് യേശുവിനെ അയച്ചത്? പാപികളായിരുന്നു നമ്മെ തകർക്കാനല്ല. പാപികളെല്ലാം പോയി കണ്ടുപിടിക്കുക, എല്ലാവരെയും കണ്ടുപിടിക്കുക. പാപികളെ തേടി അന്വേഷിച്ച് അത് രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. പാപികളെ നശിപ്പിക്കാനല്ല, അവരെ നിരാശപ്പെടുത്താനല്ല. അവർ തെറ്റി ഉഴഞ്ഞ് അലഞ്ഞ് നടക്കുന്ന ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ട് അവരെ കണ്ട് മനസ്സലിഞ്ഞെന്ന ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനാണ്. അത് ക്രൂരമൃഗങ്ങൾ പിടിച്ച് അവിടെ അതിൻ്റെ നഖമൊക്കെ ഇറങ്ങി മുറിവേറ്റ് ചിന്നിയതും ചിതറിയുമായി ചില മണിക്കൂറുകൾ ഒരുപക്ഷെ മരിച്ചു വീഴാൻ സാധിക്കുന്ന ആളുകൾ. ആ രീതിയിലാണ് ജനത്തെ ആര് കണ്ടത്? യേശു കണ്ടത്. കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഇവരെ അന്വേഷിച്ച് ചെന്ന് ഇവരെ രക്ഷിക്കുക. അപ്പൊ പിതാവ് അയച്ചതാണ്, ഈ ചിന്നിപ്പോയി ഇവരെ നശിപ്പിച്ചു കളയുവാൻ പാടില്ല. എന്ത് ചെയ്യണം? ആടെന്തുകൂടെ ചിന്നിപ്പോയി? അതിന് വായു തന്നെ പോരാ, ചെവിയും കൂടെ വേണം. ഇല്ല, വായുണ്ട് തിന്ന, പക്ഷെ ചെവിയും കൂടെ വേണം. കൂടെ വരുന്ന ആടിന് ശബ്ദം കേൾക്കണം. പല ആടിന് ചെവി വർക്ക് ചെയ്യല്ലേ ശരിയായിട്ട്, വാ മാത്രം വർക്ക്. നല്ലത് കാണുമ്പോൾ തിന്നിന് പോത്തുകൾ അല്ലേ, ഇടയന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഇതും നല്ലപോലെ ഇരിക്കണം. അപ്പോൾ ഇവരെ തിരിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനാണ് പിതാവ് തന്നെ പുത്രനെ അയച്ചിരിക്കുന്നത്. ഇതേ ജോലിയെ നമ്മളെ അയച്ചിരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ മൂലം നാം ആരെ ശുശ്രൂഷിക്കുന്നുവോ, നാം ആരോട് ദൈവവചനം പറയുന്നുവോ, അവരും എവിടെ ചെല്ലണം? ആ സന്നിധി ചെന്നാൽ അവരെ കണ്ടാൽ നമുക്ക് അറിയാം അവരാളൊന്നും മാറും. കർത്താവിൻ്റെ ശിഷ്യരായി ജനത്തെ മാറ്റുന്ന, മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ വിട്ടിരിക്കുന്നു. ദൈവത്തിന് സന്നിധിയിൽ നിന്ന് അകന്നുപോയ, അന്ധകാരത്തിലേക്ക് വീണുപോയ മനുഷ്യരെ പിടിച്ച് ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുന്ന മഹത്തരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട റോയൽ പ്രീസ്റ്റ്ഹുഡാണ് നമ്മൾ.
വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്, വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവരാജ്യം എന്ന വിഷയമാണ് നമ്മൾ അത് കണ്ടത്. ഈ വിഷയത്തിന് ഇൻട്രസ്റ്റാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. ഇനി ഇൻട്രസ്റ്റ് ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇനി അതിൻ്റെ ബേസ് പഴയ നിയമത്തിൽ എന്താണെന്ന് നമ്മൾ ഇന്ന് നോക്കുവാനായി പോവുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ അത് പുതിയ നിയമത്തിലും കൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് അത് പഴയ നിയമത്തിൻ്റെ ബേസിലേക്ക് നമ്മൾ പോവുകയാണ്. പഴയ നിയമം ശരിക്കും മനസ്സിലാകാതെ പുതിയ നിയമം നമുക്ക് പിടികിട്ടത്തില്ല. പഴയ നിയമം നന്നായി നമുക്ക് അതേ ഗ്രഹിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പുതിയ നിയമത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് പിടികിട്ടത്തില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ പുതിയ നിയമത്തിന് ഓരോ പുസ്തകമൊക്കെ എടുക്കും, പൗലോസിൻ്റെ ഓരോ ലേഖനമൊക്കെ എടുത്ത് നമ്മൾ പ്രസംഗിക്കും. പൗലോസെങ്ങാണ് ഇവിടെ വന്ന പൗലോസ് പറയും, ക്ഷമിക്കണം, ഞാനതിന് ചിന്തിച്ചു വിട്ട് പോലും ഇല്ലെന്ന് പറയും. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കുവാൻ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ബേസ് നമുക്ക് നോക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ആദ്യം തന്നെ കാണുന്നുണ്ട്. എന്തിനാ? തന്നോടുകൂടി ഇരിക്കാൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉദ്ദേശം എന്താണ്? തന്നോടുകൂടെ ഇരിക്കാൻ. ഈ മനുഷ്യന് വേണ്ടിയാണ് ദൈവം ശരിക്കും വേല ചെയ്തിരിക്കുന്നത്. ഈ ഭൂമി, പാഴ്ശൂന്യമായ ഭൂമിയെ ആര് സുന്ദരമാക്കി? ദൈവം സുന്ദരമാക്കി. സൃഷ്ടികർത്താവാണ്. പാഴായതിനെയും ശൂന്യമായതിനെയും അവൻ കളയത്തില്ല. അവൻ്റെ സ്വഭാവം ആദ്യമേ അവൻ തെളിയിച്ചു. പാഴാണെങ്കിലും ശൂന്യമാണെങ്കിലും നമ്മളെ അവൻ കളയുമോ? നമ്മൾ മരിക്കേണ്ടി വന്നാലും അവൻ നമ്മളെ കളയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ കളഞ്ഞോ? ഇല്ല. മനുഷ്യനെ അവൻ നശിപ്പിച്ചോ? അധികാരം ഉപയോഗിക്കാതെ ഏറ്റെടുത്തതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം സഹിക്കേണ്ട കഷ്ടത അത് തന്നെത്താൻ സ്വമനസ്സോടെ ഏറ്റെടുത്തവൻ. സമ്പന്നായിരുന്നിട്ട് നമുക്ക് വേണ്ടി എത്രയും ദരിദ്രനാകണോ അത്രയും ദരിദ്രനായി. ഉദ്ദേശം എന്താണ്? നാം അവരിലേക്ക് വരണം. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ നമ്മെ തേടി ഇറങ്ങി വരിക. പാഴ്ശൂന്യമായ ഭൂമിയെ എന്തു ചെയ്തു ദൈവം? മനോഹരമായി അവൻ അധ്വാനിച്ചു. അടങ്ങിയിരുന്നില്ല, അവൻ അധ്വാനിച്ചു. 6 ദിവസം അധ്വാനിച്ച് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഒരുക്കി, നല്ല ഓർഡർ ഉണ്ടാക്കി, സകലവും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, എല്ലാം ഈ ഓർഡർ എല്ലാം സൂക്ഷിച്ചോളണം. ഇവിടെ നല്ല നല്ല കാര്യങ്ങളെല്ലാം പോകണം. ഈ അധികാരങ്ങൾ കൂടെ സകലത്തിന്മേലും വാഴുവീൻ എന്ന പദമാണ് മലയാളം ബൈബിളിൽ കാണാൻ പറ്റുന്നത്. സകലത്തിന്മേലും വാഴുവീൻ. ദൈവത്തോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പവർ കിട്ടൂ. നമ്മുടെ അധികാരം ഡിറൈവേറ്റീവ് പവറാണ്. ദൈവത്തിനോട് ചേർന്നെങ്കിൽ നിന്നെങ്കിൽ മാത്രം ദൈവത്തിൽ നിന്നെല്ലാം കിട്ടുമെങ്കിൽ നമുക്കുള്ളൂ. നമ്മുടെ ജീവൻ അത് ഡെറിവേറ്റീവാണ്, അല്ലെ? നമ്മൾ 100% ഡിപ്പെൻഡന്റ് ആണ്. ദൈവം 100% ഇൻഡിപെൻഡന്റ് ആണ്. ദൈവത്തിന് അതെ മറ്റ് സാഹചര്യങ്ങളൊന്നും വേണ്ട ജീവിക്കാൻ. പക്ഷെ നമുക്ക് ആയിരക്കണക്കിന് അനുകൂല ഘടകമുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്സിജന്റെ കണ്ടന്റ് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും താഴെ വീഴും. നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് മെക്കാനിസത്തിന് വേണ്ടി 100,000 കണക്കിന് എന്ത് വേണം? അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ദൈവം പറയുകയാണ്, നീ എന്റെ കൂടെ തന്നെ നീ ഇരിക്കണം. നീ എന്റെ സന്നിധിയിൽ നിന്ന് മാറാൻ പാടില്ല. നിനക്കുള്ളതെല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. കംപ്ലീറ്റ് ഡെറിവേറ്റീവ്. നമ്മളെപ്പോഴും ഓർത്തുകൊള്ളണമേ, ദൈവത്തോടുകൂടെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സകലത്തിന്മേലും വാഴുവാൻ സാധിക്കത്തുള്ളൂ. ആ വാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് അധികാരം തന്നിരിക്കുന്നത്. ഒരു മാതാപിതാവിന് തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം കൊടുത്ത അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു പാർലമെന്റ് പാസ്സാക്കുക, മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അധികാരങ്ങൾ പാസ്സാക്കിയാൽ ആരെങ്കിലും അംഗീകരിക്കൂ? ആരും അംഗീകരിക്കത്തില്ല. ഏതെങ്കിലും ഗവൺമെന്റ് പാസ്സാക്കിയാൽ നീ അംഗീകരിക്കോ? നോ. അത് ദൈവം കൊടുത്ത അധികാരമാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മേൽ അധികാരം. എന്തിനാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്? ത്യാഗപരമായി ഈ കുഞ്ഞുങ്ങളെ പൂർണ്ണതയിലേക്ക് വളർത്തുവാൻ, അതിനുവേണ്ടി എന്ത് ഭാരം സഹിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ സഹിക്കുവാൻ. ശരിയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? എന്തുമാത്രം ഉറക്കളെങ്കിൽ എന്തുമാത്രം ഭാരപ്പെടണം, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണം, കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ക്വസ്റ്റുകളൊക്കെ എന്തുമാത്രം ക്ഷമിക്കണം. എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കല്ലേ? ഇതുപോലെ വേണം നമ്മൾ അധികാരം ഉപയോഗിക്കാൻ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി അധികാരം ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് യേശുവിന്റെ പരീക്ഷയിൽ ഒന്നാമത്തെ പരീക്ഷ. ഇതായിരുന്നു ആത്മാവ്. സ്നാനത്തിന് ശേഷം യേശു ആത്മാവ് നിറഞ്ഞവനായി. അത് കഴിഞ്ഞ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചേ? അവിടെ പരീക്ഷിച്ചു. ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നു? 40 ദിവസം ഉപവാസം കഴിഞ്ഞ ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നു? കല്ലിനോട് പറ നീ അപ്പമാകുവാൻ. യേശുവിനറിയാം വലിയ ശക്തി തന്നെ വ്യാപരിക്കുന്നുവെന്ന്. പിതാവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി തന്നെ വലിയൊരു ശക്തി പിതാവ് തന്നിട്ടുണ്ടെന്ന് യേശുവിന് അറിയാം. സെൽഫ് കോൺഷ്യസ് ആണ്. പക്ഷേ യേശു
പിതാവ് തന്ന അധികാരം ഒരിക്കലും തൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചിട്ടില്ല. യേശു അപ്പമാക്കിയോ? നമ്മളാണ് എന്ത് ചെയ്തേനെ? ഒരു ടെംപ്റ്റേഷൻ ആദ്യം വന്നേനെ എന്താക്കിന്? പിന്നെ അപ്പമാക്കുന്ന പരിപാടിയെ വന്ന് നമ്മൾ ചെയ്യത്തുള്ളൂ, കൈയടി കിട്ടുമല്ലോ എളുപ്പത്തിൽ. യേശു അപ്പമാക്കിയില്ല. എനിക്ക് വിശപ്പുണ്ട്, എൻ്റെ വിശപ്പിന് എനിക്ക് പിതാവ് തന്നുകൊള്ളും. അവിടെ എഴുതിയിട്ടുണ്ട്, ദൂതന്മാർ കൊണ്ട് കൊടുത്തു, പിന്നെ യേശു കഴിച്ചെന്ന് അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്, 4000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്. അത്തിയുടെ ചോദിച്ചത് അത്തി കിട്ടാതിരുന്നപ്പോൾ മുഴുവൻ അത്തിക്ക ഉണ്ടാകട്ടെ എന്ന് യേശു പറഞ്ഞില്ല. ഞാൻ അങ്ങനെ കടന്നു പോകുന്നു. ദൈവം കൂടെ അധികാരം ഒരിക്കലും താൻ തന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി യേശു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ദൈവസഭയിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അധികാരം നാം എന്തിനാ ഉപയോഗിക്കുന്നേ? ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരെ മാനിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ദൈവത്തിലേക്ക് അവരെ നയിക്കുവാൻ, ഡിവൈൻ റൂളിന്റെ അണ്ടറിലായി തരുവാൻ, ദൈവത്തിന്റെ റോയൽ റൂളിന് അണ്ടറിലായി തരുവാൻ അവന് നമുക്ക് നൽകിയിരിക്കുന്നു. സകലത്തിന്റെയും രാജാവ് ദൈവമാണ്. എന്നാൽ സകലരും ദൈവത്തെ രാജാവായിട്ട് കാര്യസാധ്യത്തിന് മാത്രം ദൈവമേ തരണത്തെ നമ്മൾ ചോദിക്കത്തുള്ളൂ. അത് ജാതിയുടെ സ്വഭാവമാണെന്ന് ഗിരിപ്രമാണത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ വകയൊക്കെയും ജാതികളെ അന്വേഷിക്കുന്നു, നിങ്ങളോ ഇതൊന്നും അന്വേഷിക്കണ്ട. പിതാവിനായി എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്ക് തരണമെന്ന്. നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും. അപ്പോൾ നമുക്ക് അധികാരങ്ങളെല്ലാം ഡെറിവേറ്റീവ് ആണ്, ദൈവത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിന് നമ്മൾ എവിടെ നിൽക്കണം? ദൈവസന്നിധി തന്നെ നിൽക്കണം. പക്ഷെ പാപം മൂലം മനുഷ്യൻ എവിടെ പോയി? ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ മനുഷ്യനൊരു അബദ്ധം സംഭവിച്ചു. സാത്താൻ ദൈവം നമുക്ക് തന്ന തോട്ടം നമ്മോട് ചോദിക്കാതെ ദൈവം നമുക്ക് തോട്ടം തന്നാണ് അല്ലേ? ശരിക്കും നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം, ട്രസ്റ്റ് ചെയ്യേണ്ടത്. കാര്യം എന്നാണ്? ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ കണ്ടു, ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമുക്ക് പേരിട്ടു, ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മളെ വിളിച്ചു വേർതിരിച്ചു അല്ലേ? അങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നേ. എന്നിട്ട് ഭൂമി സൃഷ്ടിച്ചു, പാഴ്ശൂന്യമായ ഭൂമിയെ അവൻ മനോഹരമാക്കി, 6 ദിവസം നന്നായി വർക്ക് ചെയ്ത് വെൽ ഓർഡർ സിസ്റ്റത്തിലാക്കി, എന്നിട്ട് നമ്മെ ഇവിടെ സൃഷ്ടിച്ചു. നമുക്ക് അവൻ അസ്ഥികൾ തന്നു, നമ്മളെ രൂപപ്പെടുത്തി, അതിശയകരമായി അവൻ നമ്മളെ മനുഷ്യനാക്കി നമ്മെ ഇവിടെ കൊണ്ടുവന്നു. നമുക്ക് ആവശ്യമായ ആഹാരങ്ങളെല്ലാം അവൻ തന്നു. കണ്ടപ്പോൾ ഈ ഭൂമി ശാപിതമായി. അപ്പോഴും എന്ത് ചെയ്യാണ് ദൈവം? തന്റെ രക്തം തന്ന് ഈ ഭൂമിയുടെ ശാപത്തെ മാറ്റുകയാണ്. ശപിക്കപ്പെട്ട ഭൂമിയിൽ ഈ പഴയ ഭൂമിയെ കർത്താവ് വീണ്ടും കളഞ്ഞോ? നോ, തന്റെ പുത്രന്റെ നിഷ്കളങ്ക രക്തം ഭൂമിയിലേക്ക് ഒഴിച്ച് അവസാന തുള്ളി രക്തം വരെ വീണ ഭൂമിയാണിത്. ഇത് ദൈവം ക്ഷമിച്ച ഭൂമിയാണ്. ഒരു സൈഡ് ശാപമുണ്ട്, എന്നാൽ നാം ദൈവത്തോടടുത്ത് വന്നാൽ ഇത് ക്ഷമിക്കപ്പെട്ട ഭൂമിയാണ്, ഇത് ജീവൻ നൽകുന്ന ഭൂമിയാണ്. ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ട്രസ്റ്റ് അറിയണം അല്ലേ? അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി വരുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് നന്മ വാങ്ങിക്കാം, മിറക്കിളും കിട്ടും, വിടുതലും കിട്ടും, പക്ഷേ നിങ്ങൾ എൻ്റെ മക്കളായി മാറിയില്ല. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. കൈക്കൊള്ളാതെയും വിശ്വസിക്കാതെയും പലതും നമുക്ക് നേടാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ നോക്കുവാനായി പോകുന്നത്. അപ്പോൾ ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. ഈ തോട്ടം അവർക്കൊരു കണിയായി മാറി. തോട്ടം ഒരിക്കലും കണിയാകരുത്, അതൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകരുത്. ദൈവത്തിന് മുമ്പിൽ തോട്ടം ഒന്നുമില്ല. എത്ര ഫലം ഉണ്ടായിക്കോട്ടെ, ദൈവത്തിന് മുമ്പിൽ തോട്ടം ഒന്നുമില്ല. ദൈവത്തിന് മുമ്പിൽ തുല്യം വെക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതായത് യേശു ദൈവരാജ്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൽ പണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നാണെന്ന് കർത്താവ് ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. 2 യജമാനന്മാരെ ആർക്കും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ 2 വള്ളത്തെ കാല് വെക്കുന്ന പോലെ. 2 വള്ളത്തെ കാല് വെച്ചുകൊണ്ട് ഒന്ന് യാത്ര ചെയ്ത് വള്ളത്തിന് കുഴപ്പമൊന്നും വരത്തില്ല, നമ്മൾ വെള്ളത്തിൽ കിടക്കും. എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നടക്കത്തില്ല. നമ്മൾ വെള്ളത്തിൽ കിടക്കുക, അത് നമ്മൾ ഒത്തിരി പോലും പോകത്തില്ല. അതിന് മുമ്പേ നമ്മളങ്ങ് താഴെ കുറച്ച് പോകും. നമ്മൾ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എവിടെ കിടക്കും? ഇതാ കിടക്കുന്നു, വെള്ളത്തിൽ. അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കെണിയാകുവാൻ പാടില്ല. കെണിയാകാൻ പാടില്ല. ദൈവത്തിന് സന്നിധി വിട്ട് പോകാൻ അത് ഒരിക്കലും ഇടയാകരുത്. പക്ഷെ ആദം പോയി. സാത്താൻ ആദത്തെ വിദഗ്ധമായി പറ്റിക്കുകയാണ്. എന്താ പറഞ്ഞത്? അവയോട് എന്താ പറഞ്ഞത്? നീ ഈ പഴം തിന്നാൽ നീ ആരെ പോലെ ആകും? ദൈവത്തെ പോലെ ആകും. നീ ദൈവത്തെ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരെയും പേടിക്കണം. തുല്യ സ്റ്റാറ്റസ് ഇല്ലയോ? ഭയങ്കരമല്ലയോ? കാരണം മനുഷ്യൻ എപ്പോഴും ഇതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം തന്ന നന്മ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആകാൻ വല്ലവർക്കും പറ്റുമോ? നെവർ.
ദൈവസന്നിധി ട്രസ്റ്റ് ചെയ്യേണ്ടതിന് വരെ ഇൻഡിപെൻഡൻസി ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യമല്ല വലുത്, ഭൗതികമായ നന്മകളാണ് വലുത്. ഈ തോട്ടത്തിന്റെ ആ മനോഹാരിത കൊണ്ട്, ശക്തി കൊണ്ട്, സൃഷ്ടിയുടെ ബലം കൊണ്ട് എനിക്ക് ജീവിക്കാം എന്നൊരു ചിന്ത മനുഷ്യന്റെ ഉള്ളിലേക്ക് ആരിട്ടു? സാത്താനിട്ടു. അതൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എൻ്റെ ദൈവസന്നിധി വിട്ട് എനിക്ക് ഒന്നും വേണ്ട. ഇതാണ് അബ്രഹാമിന്റെ ബ്യൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അബ്രഹാമിന്റെ ബ്യൂട്ടി. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. 99 വയസ്സായപ്പോൾ അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? പ്രോമിസ് ഒന്നും നടന്നിട്ടില്ല. എന്താ പറഞ്ഞത്? നീ എൻ്റെ സന്നിധിയിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, ഞാനെല്ലാം ചെയ്തോളാം. കംപ്ലീറ്റ് ട്രസ്റ്റാണ്. കംപ്ലീറ്റ് ട്രസ്റ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് ട്രസ്റ്റാണ്. അപ്പോൾ ആദാം ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ആദാം പിന്നെ ഓടി ഒളിക്കുക. പഴം തിന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ഒരു പവർ ഓഫ് ഡാർക്ക്നെസ് തന്നിലേക്ക് കയറുകയാണ്. താൻ ഭയത്തിന്റെ അണ്ടറിലായി. ദൈവത്തെ ഇപ്പൊ പിതാവായിട്ട് കാണാൻ തനിക്ക് സാധിക്കുന്നില്ല. ഭയമാണ്. ദൈവത്തെ എനിക്ക് കാണണ്ട, ദൈവത്തിന് നന്മകൾ മാത്രം മതി. എനിക്ക് ദൈവത്തെ കാണണ്ട, ദൈവത്തിനടുക്ക് പോകാൻ എനിക്ക് ഭയമാണ്. എനിക്ക് എന്ത് മതി? ദൈവത്തിന്റെ നന്മകൾ മാത്രം മതി. എനിക്ക് തോട്ടം വേണം, പക്ഷെ ആരെ വേണ്ട? തോട്ടം എനിക്ക് തന്ന ദൈവത്തെ എനിക്ക് വേണ്ട. ഇവൻ ഓടി ഒളിക്കുകയാണ്. ദൈവം പോയി കഴിഞ്ഞിട്ട് അവന് വരത്തുള്ളൂ. പക്ഷെ ദൈവം അങ്ങനെ പോമോ? ആദമേ, എന്നെ കൂടാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? എന്നെ കൂടാതെയുള്ള ജീവിതം, നീ എത്ര സമ്പന്നനായിരുന്നാലും ഒരു പരാജയത്തിന്റെ ജീവിതമാണ്. നിനക്ക് എന്നെ കൂടാതെ ജീവിക്കാൻ സാധ്യമാവുകയില്ല. എന്നിട്ട് ആദമിന് പ്രോമിസ് കൊടുക്കുന്നവനാ ദൈവം. ആദം തന്നെ പാഴ് ശൂന്യമാക്കുകയാണ്. പക്ഷെ ആദമിന് എന്ത് കൊടുക്കുകയാണ്? പ്രോമിസ് കൊടുക്കുന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുക, ഈ ലോകത്തെ ദുഷ്ടത കൂടി. ദൈവത്തിനെതിരെ ജനങ്ങൾ അത് നീങ്ങുകയാണ്. നോഹയുടെ കാലമായപ്പോൾ എന്ത് സംഭവിച്ചു? ജലപ്രളയത്താൽ നശിപ്പിച്ചു. എന്നിട്ടും ദൈവം അനുദപിക്കുക. ഇല്ല, ഞാൻ ഇനി അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. നല്ലൊരു അടയാളം വെച്ചു കൊടുത്തു. ഇനി ഞാൻ എല്ലാവരും അങ്ങനെ ഞാൻ. കർത്താവിന്റെ മനസ്സ് എന്ത് സ്നേഹമാണ് കർത്താവ്. ഇനി ഞാൻ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? മനുഷ്യൻ നന്നായോ? നോഹയുടെ സന്തതി പരമ്പര നന്നായോ? നന്നായില്ല. അവർ ദൈവത്തിനോടുള്ള അവരുടെ എതിർപ്പിന്റെ മാക്സിമം കാണിക്കുകയാണ്. എന്താണ്? ബാബേൽ ഗോപുരം ഉണ്ടാക്കുകയാണ്. ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം ഉണ്ടാക്കുകയാണ്. ഉൽപ്പത്തി 11-ാം അധ്യായം വരെ ദൈവം സകല ജാതികളോട് ഒരുപോലെ ഇടപെടുന്നത്. ഇസ്രായേലിനെ തെരഞ്ഞെടുത്തിട്ടില്ല. ഇസ്രായേൽ എന്നൊരു ജാതി അവിടെ ഇല്ല. അങ്ങനെ ഒരു നേഷൻ അവിടെ ഇല്ല. ദൈവം എല്ലാവരോടും ഒരുപോലെയാണ് ഇടപെടുന്നത്. എല്ലാ നേഷനോടും ഒരുപോലെ ദൈവം ഇടപെടുന്നത്. 11-ാം അധ്യായം വരെ. 11-ാം അധ്യായത്തിൽ ബാബേലിന്റെ ആ ഗോപുരം ഉണ്ടാക്കുക. അവരെന്താ പറയുന്നത്? നമുക്കൊരു പേരുണ്ടാക്കാം, നമുക്ക് ആകാശത്തോളം പൊക്കമുള്ള ഒരു ഗോപുരം ഉണ്ടാക്കാം, നമ്മൾ എങ്ങും ചിതറിപ്പോരുത്, ഇവിടെ തന്നെ ഇരിക്കണം. ദൈവത്തിനെതിരെ ഒരു മനുഷ്യൻ എത്ര കണ്ട് മത്സരിക്കാമോ അതിന് മാക്സിമം മത്സരിക്കുക. നോക്കൂ, അവർക്ക് തന്നെ ഒരു പേരുണ്ടാക്കി. എന്തുവാ? ബാബേൽ. ചിന്നിച്ചിതറിയ കൂട്ടം, എല്ലാം ചിന്നിച്ചിതറി പോവുകയാണ്. ദൈവത്തിനെതിരെ നിന്നാൽ, ദൈവസന്നിധിയിൽ നിൽക്കാതെ ദൈവത്തിനെതിരെ നിന്നാൽ അവിടെ ചിന്നിച്ചിതറലേ ഉണ്ടാകൂ, അവിടെ സ്കാറ്ററിങ്ങേ ഉണ്ടാകൂ, അവിടെ കലക്കമേ ഉണ്ടാകൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് മാളികമുറിയിൽ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരുടെയും ഭാഷ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ദൈവ സാന്നിധ്യം വരുന്നിടത്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുകയാണ്, സ്നേഹം ഉണ്ടാകുകയാണ്, യൂണിറ്റി ഉണ്ടാകുകയാണ്, സഹോദര സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് ആഹാരം കഴിക്കുകയാണ്, നമ്മുടെ പിതാവ് ഒന്നെന്ന് പറയുകയാണ്. പക്ഷെ ബാബേലിലോ ഭാഷ ചിന്തിച്ചുതറുകയാണ്, തമ്മിൽ അടി കൂടുകയാണ്, വഴക്ക് കൂടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ ഇത് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ഇവരറിയാത്തൊരു യൂണിറ്റി. പ്രൈസ് ദി ലോർഡ്. അത് പണം കൊണ്ട് ഈ യൂണിറ്റ് കിട്ടുമോ? സൗന്ദര്യം കൊണ്ട് കിട്ടുമോ? കുടുംബ മഹിമ കൊണ്ട് കിട്ടുമോ? എഡ്യൂക്കേഷൻ കിട്ടുമോ? ഇതൊക്കെ നല്ലതാണെങ്കിലും ശരിക്കും യൂണിറ്റി ആരാ തരുന്നേ? ആത്മാവ് തരുന്നേ. ദൈവസാന്നിധ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആത്മാവിന് വലിയൊരു ഗിഫ്റ്റാണിത്, യൂണിറ്റി. ദൈവത്തോട് മത്സരിക്കുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ അതേ നിൽക്കുവാൻ ഇഷ്ടമില്ലാതെ പോവുകയാണ്. അവിടെ ചിന്നിച്ചിതർ തന്നെ സംഭവിച്ചു. അവർ തങ്ങൾക്കൊരു വലിയ പേരുണ്ടാക്കാൻ നോക്കി, പക്ഷെ മോശമായ പേരാണ് അവിടെ കിട്ടിയത്. അതെ, തങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ നോക്കി, പക്ഷെ എല്ലാവരും കൂടെ ചിതറിപ്പോയി. ഈ 11-ാം അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം എല്ലാവരുമായിട്ട് ഒന്നിച്ചിടപെടുന്ന തൻ്റെ പ്രോഗ്രാമിനൊരു മാറ്റം വരുത്തി. ഇതുവരെ എല്ലാവരോടും ദൈവം ഒരുപോലെ ഇടപെട്ടു. ഒരു ജാതിയും ആരെയും കർത്താവ് പ്രത്യേകിച്ച് കണ്ടില്ല, എല്ലാവരും ഒന്നിച്ച് ഇടപെട്ട്. പക്ഷെ 12-ാം അധ്യായത്തിൽ അതിന് വ്യത്യാസം വരുത്തി. ഒരാളെ തിരഞ്ഞെടുക്കുക. ആരെയാ? അബ്രഹാമിനെ തിരഞ്ഞെടുക്കുക. അബ്രഹാമിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് വേഗം നമുക്ക് മുൻപോട്ട് പോകാം. കാരണം ആശയം നമുക്ക് ശരിക്കും ഡെവലപ്പ് ആകാൻ വേണ്ടി
ഇപ്പൊ ആശയം മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവസേനയിൽ നിൽക്കുക എന്നുള്ളതാണ്, അവന്റെ റോയൽ റൂളിന് അണ്ടറിൽ നിൽക്കുക എന്നുള്ളതാണ് കാര്യം. ഈ ഭൂമി മുഴുവൻ തന്നാലും ദൈവമില്ലെങ്കിൽ എന്തിനു കൊള്ളാം? അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നീ വരുന്നില്ലെങ്കിൽ നീ ഒരു ദൂതനെയും വിടണ്ട, ഞങ്ങളെ കനാലിലോട്ട് കൊണ്ടുപോകണ്ട, നീയുള്ള ഈ മരുഭൂമിയാണ് നല്ലത്. കനാനിൽ നീ ഇല്ലാത്ത കനാൻ ഞങ്ങൾക്ക് കൊള്ളത്തില്ല, നീയുള്ള മരുഭൂമിയാണ് ഞങ്ങൾക്ക് നല്ലത്. അപ്പോൾ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുക. അബ്രഹാമിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അബ്രഹാമിന്റെ മുൻപാണ് യോബ് ജീവിച്ചതെന്നാണ് ബൈബിളിനെ കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. യോബിന്റെ പുസ്തകമാണ് ഏറ്റവും പഴയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു കാലഘട്ടത്തിലായിരിക്കാം അതങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നവർ പറയുന്നത്. കാര്യം അന്നത്തെ സോഷ്യൽ കണ്ടീഷൻസ് ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. കാര്യം സമ്പത്ത് ഇളക്കുന്നതൊക്കെ കന്നുകാലിയുടെ ബേസിലൊക്കെയാണ്. ഒരു ആ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ അബ്രഹാമിന് അടുത്തു, അല്ല അബ്രഹാമിന് മുമ്പ് എന്തായാലും കൊള്ളട്ടെ, യോബിനെ ദൈവം ഈ ഒരു പ്രോമിസോട് വിളിച്ചില്ല. അബ്രഹാമിന്റെ സമകാലികനാണ് മൽക്കിസദേക്ക്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ ദൈവം വിളിച്ചോ? ഈ പ്രോമിസ് നിന്റെ സന്തതി അനുഗ്രഹിക്കാന്ന് പറഞ്ഞ് വിളിച്ചോ? ഇല്ല. ആരെ വിളിച്ചേ? അബ്രഹാമിനെ വിളിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അബ്രഹാം 100% പരിശുദ്ധനായോണ്ടല്ല. അബ്രഹാം നമ്മെ പോലെ ഒരുപാട് പോരായ്മയുള്ള മനുഷ്യനാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചില്ലേ? എത്രയോ പ്രാവശ്യം പരാജയം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ അബ്രഹാമിന്റെ ഗുണം എന്നറിയാമോ? തെറ്റുപറ്റിയാൽ ദൈവമേ പറ്റി, ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്തു, ഞാൻ മാറ്റാം, തീർച്ചയായും ഞാനത് മാറ്റാം, എൻ്റെ പോരായ്മ ഞാൻ ക്രമീകരിക്കാം. അങ്ങനെ ക്രമീകരിച്ച് ലാസ്റ്റ് വന്നു ദൈവത്തെ തെളിയിച്ചു, ഞാൻ നിന്നെ തന്നെ സ്നേഹിക്കുന്ന എൻ്റെ മോനേക്കാളും കൂടുതൽ. യെസ്, നീ നീതിമാൻ. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനുണ്ടായിരുന്നു. അതാണ് അബ്രഹാമിന്റെ പ്രത്യേകത. ദൈവത്തെ ആശ്രയിക്കുന്ന നല്ലൊരു സ്വഭാവം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന നല്ലൊരു സ്വഭാവം. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത് 99 വയസ്സായപ്പോൾ, നീ എൻ്റെ സന്നിധിയിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ലോത്തിനോട് അങ്ങനെ അത് പറഞ്ഞ പുല്ല് നടക്കുക. ലോത്ത് പറഞ്ഞു, നീ നടന്നു, ഞാൻ പുല്ല് ഉണ്ടാക്കട്ടെ എന്ന് പറയും. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. ദൈവം ലോത്തിനോട് അങ്ങനെ പറയാറുമില്ല. നോക്കണമേ, ലോത്തിന്റെ വിശ്വാസം വേറെ വിശ്വാസമാണ്. ലോത്തിന്റെ വിശ്വാസമുണ്ട്, ആശ്രയമില്ല. അബ്രഹാം എന്തുണ്ട്? ആശ്രയമുണ്ട്. എനിക്ക് ഒന്നുമില്ല എങ്കിലും സാരമില്ല, എനിക്ക് എല്ലാം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ആരെ വേണം? എന്റെ ദൈവത്തിന്റെ സന്നിധിയാണ് എനിക്കുള്ളത്. അപ്പോൾ അബ്രഹാമിനോട് പറയാണ്, നീ മുഖാന്തരം ഭൂമിയിലെ സകല നേഷൻസും ജാതികളും അനുഗ്രഹമാകും. നീ അനുഗ്രഹത്തിന്റെ ഒരു മൂല റൂട്ടായിരിക്കും. നിന്നാൽ സകല ജാതിയും വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം എന്താണെന്നറിയോ? ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വന്നേ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 74-75 വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 74-75 വാക്യങ്ങൾ. ഇത് സക്രിയ പ്രവാചകൻ ആത്മാവിൽ പറഞ്ഞായ പ്രവചനമാണ്. വായിച്ച്, നാം ആയുഷ്കാലമൊക്കെയും ഓ പ്രൈസ് ദി ലോർഡ്. അപ്പൊ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം അത് നമുക്ക് കിട്ടുക. എന്തുവാ? ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും നീതിയിലും അവനെ. ഗലാത്യർ 3:14 വായിച്ച്, ഇത് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഗലാത്യർ 3:14. Galatians chapter 3 verse 14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ, നിന്നാൽ സകല ജാതിയും അനുഗ്രഹിക്കപ്പെടാം. ജാതിക്ക് വരേണ്ടതിന് ആത്മാവിന്റെ കൃപയാൽ നമ്മൾ എവിടെ വന്നു? ദൈവസന്നിധിയിൽ നീതിയിലും വിശുദ്ധിയിലും അവനെ ആരാധിപ്പാൻ. അതുകൊണ്ടാണ് പറഞ്ഞു, സ്വർഗത്തിലെ സകലാത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. എന്തിനാ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി മാറേണ്ടത്. അബ്രഹാം ദൈവസന്നിധിയിൽ നിന്ന പോലെ നാം ഇവിടെ നിൽക്കണം, ദൈവസന്നിധിയിൽ നിൽക്കണം. എന്ത് ബ്യൂട്ടിഫുൾ ലൈഫാണ് അല്ലേ? ഭയങ്കര ദൈവത്തിന് റോയൽ റൂൾ. ദൈവം നമ്മുടെ ആരാണ്? പിതാവ്. നമുക്ക് അത്ഭുതം ചെയ്തു തരുന്ന ഒരാളല്ല അല്ലേ? തരും. അവൻ ആരാ? നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. നാം അവന്റെ മക്കളാണ്. ഈ മാറ്റമില്ലാത്ത, ആർക്കും മാറ്റാൻ പറ്റാത്തൊരു ബന്ധമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും?
ഭയങ്കര ബന്ധത്തിലേക്ക് വരിക. അപ്പോൾ ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്തത്തിൽ അന്ന് അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരുന്നു, നിന്റെ സന്തതിയെ ഞാൻ വലുതാക്കും. മക്കളില്ലെന്നേ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്നിട്ടും 99 വയസ്സ് വരെ 100 വയസ്സ് വരെ ഒക്കെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് നിന്നു? ആശയ്ക്ക് വിരോധമായ ആശയോടെ അവന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവജനമേ, നമ്മളും അവന്റെ സന്നിധിയിൽ, അവന്റെ റെയിനിൽ നമ്മൾ നിന്നാൽ നമ്മൾ പരാജയപ്പെടുകയില്ല. ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദാവീദ് പറഞ്ഞ പോലെ നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. അവർ പറയട്ടെ, ദൈവത്തിന്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ നമുക്കെല്ലാം കിട്ടിക്കോളും. ഈ സന്തതിയെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്, അവർ 400 സംവത്സരം അന്യദേശത്ത് പോയി പാർക്കും, അവിടെ അടിമയാകും, അവരെ അടിമയാക്കും, അവർ തകരും, ഏറ്റവും താഴെയപ്പൽ അവർ വരും. എന്നാലും നിന്നോട് ഞാൻ പറഞ്ഞ വാഗ്ദാനം മാറ്റത്തില്ല, അവരെ ഞാൻ രാജ്യം. ഈ ലോകം അവരെ എത്ര കണ്ട് സപ്രസ് ചെയ്താലും അവൻ അവരെ പെൺകുട്ടികൾ മാത്രം ഒരു സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ വേഗം മിസ്സായിപ്പോഴും ആ സമൂഹം തകർന്നു പോകും. വേറെ ആർക്കും മാരേജ് ചെയ്ത് വേഗം അത് തകർന്നു പോകും. ഭയങ്കര സ്ട്രാറ്റജി ആയിരുന്നു. എക്കണോമിക്കലി അവരെ തകർത്തു, സോഷ്യലി അവരെ തകർത്തു. ഒരു ലീഡർ പോലും അവരുടെ നടുവിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലീഡർഷിപ്പിലും അവരെ തകർത്തു. ഇതുപോലെ തകർന്ന ഒരു ജാതി ഒരിക്കലും ഒരു പ്രതീക്ഷയിൽ ഒരു നേഷനാകുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അവരെ അടിമകളായിട്ട് തന്നെ വർഷങ്ങൾ നിൽക്കേണ്ടി വരും, ആയിരക്കണക്കിന് വർഷം നിൽക്കേണ്ടി വരും. അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ടി വാദിപ്പാൻ ആരുമില്ല. ഈ തകർച്ചയിലായിരുന്നിട്ടും ദൈവത്തിന് വാക്കിന് വ്യത്യാസമുണ്ടോ? എത്ര തകർന്നാലും ആദാമേ, നീ എന്റെ സന്നിധിയിൽ നിന്നവനാണ്, നിന്റെ സന്തതിയെ ഞാൻ അതിൽ നിന്ന് പൊക്കിയെടുക്കും. പൊക്കിയെടുത്തില്ലേ? അതാണ് മോശയെ നമ്മളെ കുറിച്ച് കർത്താവിനൊരു പ്ലാനുണ്ട്. നാം അവന്റെ സന്നിധിയിൽ നിന്നുകൊടുത്താൽ, അവന്റെ റോയൽ റൂളിൽ നാം നിന്നുകൊടുത്താൽ, ദൈവത്തെ നമ്മുടെ പിതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് ആ ബന്ധം സൂക്ഷിച്ച് നമ്മൾ പോകാമെങ്കിൽ നമ്മൾ ഓർക്കും നമ്മൾ ഏറ്റവും വലിയ തകർച്ചയിലാണല്ലോ എന്ന്. അന്നേരമായിരിക്കും ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കാൻ. തകർച്ച നമ്മെ തകർക്കുകയില്ല. ദൈവസന്നിധിയിൽ നാം നിന്നാൽ തകർച്ച വരുമ്പോൾ നമുക്കറിയാം വേറെ ഏതോ നല്ല വഴി എനിക്ക് തുറക്കാൻ പോവുകയാണ്. അവിടുന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചു. ആ സമയത്ത് ശക്തനായ രാജാവുണ്ട്, ശക്തനായ രാജാവാണ്, ഫറവോനാണ്. ആ രാജാവിന്റെ കയ്യിൽ നിന്ന് മോശ ഈ ജനത്തെ വിടുവിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യുക. ഭയങ്കരമായ നിലയിൽ അത്ഭുതം അടയാളങ്ങളെല്ലാം ചെയ്ത് സീനായി കടത്തി, അല്ല ചെങ്കടൽ കടത്തി ഇവിടെ കൊണ്ടുവന്നു. സീനായി കൊണ്ടുവന്നിട്ട് എന്താണ് ഈ മോശ ജനത്തോട് പറയുന്നത്? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ എങ്ങോട്ടാ നയിച്ചേ? ശ്രദ്ധിക്കണം, മോശ എങ്ങോട്ടാ ജനത്തെ നയിച്ചേ? അത്ഭുതം കിട്ടി, നിങ്ങൾ പുറത്ത് വന്നു, നിങ്ങളുടെ വിടുതൽ കഴിഞ്ഞു, ഇനി പൊക്കോ എന്നാണ് പറഞ്ഞു വിട്ടേ. അല്ല, ഞാൻ രാജാവാകാൻ പോകണമെന്നാണ് പറഞ്ഞ്. നമ്മളാണ് എന്ത് ചെയ്തത്? മോശയുടെ സ്ഥാനത്ത് നമ്മളാണ് എന്ത് ചെയ്തത്? വിട്ടുകൊടുക്കുമോ? ഫുൾ ടോപ്പ് നമ്മളങ്ങ് പോവല്ലേ? പക്ഷെ മോശ എങ്ങോട്ടാ വിട്ടേ? ജനത്തെ എങ്ങോട്ട് നയിച്ചു? ഞാൻ കണ്ട ദൈവത്തെ നിങ്ങൾ ഒന്ന് ജനത്തെ ദൈവത്തിന്റെ അടുക്കലേക്കാണ് മോശ നയിക്കുന്നത്. ഈ ജനത്തെ കാണുവാൻ ആരിറങ്ങി വരിക? ദൈവം ഇറങ്ങി വരിക. ഇതുവരെ ദൈവം ആരാണ്? ദൈവത്തെ കുറിച്ചുള്ള ഇവരുടെ സങ്കല്പങ്ങൾ വളരെ ഷാളോയാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വളരെ ഷാളോയാണ്. അവൻ അത്ഭുതം ചെയ്യുന്നവൻ, നദിയെ വിഭാഗിക്കുന്നവൻ, ഭയങ്കരമായ ഭാവനകളൊക്കെ അയക്കുന്നവൻ, ഞങ്ങളെ മാനിക്കുന്നവൻ, ഇത്രേ ഉള്ളൂ. പിതാവായോ രാജാവായിട്ടോ ഈ ജനം ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ റൂളിംഗിൽ അവന്റെ റെയിനിലായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം, പിന്നെ ആവശ്യം വരുമ്പോൾ നീ വന്ന് ഞങ്ങളെ സഹായിക്കും. അത്രയല്ലേ ഉള്ളൂ. ഭാരം വരുമ്പോൾ ഞങ്ങൾ നിലവിളിക്കാം, നീ ഞങ്ങൾക്ക് മറുപടി തരണം. ഞങ്ങളുടെ സ്റ്റിയറിംഗ് മൊത്തം ആരുടെയിലിരിക്കും? എൻ്റെ തന്നെ ഇരിക്കും. നീ എനിക്ക് തന്ന ആരോഗ്യം ഞാൻ പറഞ്ഞ പോലെ, നീ എനിക്ക് തന്ന ജ്ഞാനം എൻ്റെ ഇഷ്ടം പോലെ, നീ എനിക്ക് തന്ന സമ്പത്തും എൻ്റെ ഇഷ്ടം പോലെ, അവിടുത്തെ ഒന്നും നിൽക്കരുത്, നീ കൈവച്ചേക്കരുത്. എനിക്ക് ഭാരം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഗൈഡൻസ് മാത്രം മതി. പിന്നെ കാര്യം കിട്ടിയാൽ സ്വന്തം പറഞ്ഞേക്കാം.
Praise the Lord. കൂടിപ്പോയത് ഞാൻ ദശാംശം തരാം. നമ്മുടെ കർത്താവിന്റെ വില അവിടെ കഴിഞ്ഞു. Praise the Lord. അത്രയല്ലേ ഉള്ളൂ? നോ, കംപ്ലീറ്റ്ലി അവൻ നമ്മളിലായിരിക്കണം. ഇപ്പൊ ഇത് ദൈവം ഇറങ്ങി വരികയാണ്. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ കുറിച്ചുള്ള അവിടെ കൺസെപ്റ്റിനെ മാറ്റണം. ഞാൻ വിടുവിക്കുന്നവൻ മാത്രമല്ല, ഞാൻ അത്ഭുതം ചെയ്തവൻ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ പിതാവാണ്, ഞാൻ നിങ്ങളുടെ രാജാവാണ്. അംഗീകരിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ വാ, നമുക്കൊരു ഉടമ്പടി എടുക്കാം. ഉടമ്പടി എടുക്കാം. നിങ്ങളുടെ സകല കാര്യങ്ങളും ഞാൻ ഏറ്റു. നിങ്ങളെ നേഷനാക്കി മാറ്റാൻ ഞാൻ. നിങ്ങൾക്ക് ഒറ്റ കണ്ടീഷൻ, എന്റെ സന്നിധിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്. നിങ്ങൾ പാപികളാണ് എങ്കിലും ഞാൻ നിങ്ങളുടെ നടുവിൽ വരാം. നിങ്ങൾ പാപികളാണ്, നിങ്ങൾ 100% പാപികളാണ്. നിങ്ങളോട് ഞാൻ മാനസാന്തരം ഒന്നും ആവശ്യപ്പെടാതെ വിടുവിച്ചു. നിങ്ങളോട് പാപത്തെ ഏറ്റൊന്നും പറയാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല. നിങ്ങളെ മിസ്രൈമിൽ ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് വിടുവിച്ചു. നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി എടുക്കാം. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാം. നിങ്ങളെ ഞാൻ വലിയ നേഷനാക്കാം. നിങ്ങൾ എന്നെ അനുസരിക്കാമോ? പാപികളുടെ നടുവിൽ ദൈവം വസിക്കാൻ ഇറങ്ങി വരികയാണ്. പാപികളുടെ നടുവിൽ ദൈവം വസിക്കോ? അവൻ വലിയ വിശുദ്ധനല്ലേ? പക്ഷെ ഇവിടെ കണ്ടോ, പാപികളുടെ നടുവിൽ ദൈവം വസിക്കാൻ വന്നു. എനിക്കൊരു ടെന്റ് ഉണ്ടാക്കണം. എനിക്കൊരു ടെന്റ് ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ ദൈവത്തിന് ഇഷ്ടം എന്തുവാ? നമ്മളെ വിട്ടുപോകാൻ അവന് മനസ്സുണ്ടോ? നമ്മളെ വിട്ടുപോകാൻ അവന് മനസ്സുണ്ടോ? ഇല്ല, അവന് മനസ്സില്ല. നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കണം. ഈ ജനം ഭക്ഷണത്വം ചെയ്യുന്ന ജനമാണ്. അവിടെ പറയുന്നുണ്ട്, ദുശാഠ്യമുള്ള ജനം. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നും ദൈവത്തെ പരീക്ഷിക്കുന്നവർ. എന്തു കൊടുത്താലും കൊള്ളത്തില്ലേ വേറെതാന്ന് പറയുന്ന ജനമാ. എന്നിട്ട് ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാം, ടെന്റിനകത്ത് വസിക്കാം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം, അടുത്തെങ്ങും വന്നേക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയാം, അടുത്തെങ്ങും വന്നേക്കരുത്. പുറപ്പാട് മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ ബൈബിളിന്റെ ഇതിന് പ്രാധാന്യം കിട്ടത്തില്ല. പുറപ്പാട് കഴിഞ്ഞൊരു ലേവ്യ പുസ്തകം കൊടുക്കും. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് നടുവിൽ ഒരു മന്ദിരം വേണം, ഒരാലയം വേണം, യാഗം വേണം. നിങ്ങളിപ്പം ശരീരം കൊണ്ട് പുറത്ത് വന്നതേ ഉള്ളൂ, പാപത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. മോശ നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുവന്നു? മിസ്രൈമിൽ നിന്ന്. ശരീരം ഇവിടെ വന്നതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സും ആത്മാവും ചിന്തയും ഒക്കെ എവിടെ കിടക്കുക? പാപത്തിൽ അവിടെ കിടക്കുക. നിങ്ങളുടെ നടുവിലുള്ള പാപത്തെ നിങ്ങൾക്ക് ഇതുവരെ വിടുതൽ കിട്ടിയിട്ടില്ല എന്നുള്ള സത്യം അവരെ ദിനംതോറും ഗ്രഹിപ്പിക്കുവാൻ. ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധിയിലേക്ക് നിങ്ങളും വരണം. അവന്റെ സന്നിധിയിൽ നിങ്ങളും നിന്നേ മതിയാകൂ. അതിന് വലിയ വില കൊടുക്കേണ്ടതുണ്ട്. അത് അത്ഭുതത്താലും അടയാളത്താലും മാറുന്ന സംഭവമല്ല എന്ന് അവരെ ഗ്രഹിപ്പിക്കുവാനാണ് ലേവ്യ പുസ്തകം അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകും. ഭയങ്കരം അല്ലേ? ലേവ്യ 19 അധ്യായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവം ഇപ്പൊ സിനായ് മല ഇറങ്ങി വന്നിട്ട് അവരോട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19 അധ്യായം 4 വാക്യം വായിച്ച് വേഗത്തിൽ വായിച്ചാക്കണം. Exodus chapter 19 verse 4 onwards. ഞാൻ അതേ മിസ്രൈമിനോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകന്മേൽ വഹിച്ച് എന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതും നിങ്ങൾ നേരിട്ട്, അത് നല്ലൊരു മലയാളം ട്രാൻസ്ലേഷനാണ്, അത് നിങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നുവല്ലോ. ഇനി നിങ്ങൾക്ക് പരിപാടി ഉണ്ട്. ഇത്രയും നേരം നിങ്ങൾ എന്റെ വാക്കൊന്നും കേട്ടില്ല, നിങ്ങൾ അത്ഭുതം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി വല്ലതൊക്കെ കേൾക്കണം. ഞാൻ വല്ലതൊക്കെ പറയാൻ പോവാ. എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിച്ച് എന്റെ നിയമം പാലിച്ചാൽ കണ്ടീഷനാണ്. അത്ഭുതം ചെയ്യുന്നതിനും വിടുവിക്കുന്നതിനും കണ്ടീഷൻ ഇല്ലായിരുന്നു. നോ കണ്ടീഷൻ, ജസ്റ്റ് കരഞ്ഞാൽ മതിയായിരുന്നു. ഇനിയും കണ്ടീഷനാണ്. ദൈവരാജ്യത്തിൽ വസിക്കാൻ കണ്ടീഷനാണ്. എന്റെ നിയമം പാലിച്ചാൽ എല്ലാ ജനതകളിലും വച്ച് yes you will be the most treasured one. ബാക്കി സർവ്വഭൂമി എന്റേതാ. നിങ്ങൾക്കുള്ള ആഹാരമൊക്കെ ഞാൻ തരാം. ഞാൻ എന്റെ ഭൂമി, ഞാൻ ഷേപ്പ് ചെയ്ത ഭൂമി, ഞാൻ ഫലപുഷ്ടമാക്കിയ ഭൂമി, ഞാൻ അനുഗ്രഹിച്ച ഭൂമി, ഞാൻ ജോലി ചെയ്ത ഭൂമി, ഞാനാണെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ആർക്ക് കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഭൂമിയൊക്കെ എന്റേതാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ശൂന്യമായ ഭൂമി അവൻ മനോഹരമാക്കി. അവൻ ജോലി ചെയ്തു. ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മളെ കണ്ടു, നമുക്ക് പേർ വിളിച്ചു. നമ്മുടെ അസ്ഥികളെ അവൻ മെടഞ്ഞു. അവന്റെ ആത്മാവിനെ നമുക്ക് തന്നു, അവന്റെ ജീവൻ നമുക്ക് തന്നു. നാം ഒരു സന്നിധിയിൽ നിൽക്കുവാൻ. പാപത്തിൽ പോയ ശാപമായതിനെ തന്റെ ഓമനകുമാര രക്തത്താൽ അവൻ ക്ഷമിച്ചു നിന്ന ഭൂമി. എന്തുകൊണ്ട് അവനെ ആശ്രയിച്ചുകൂടാ? വലിയ എക്സ്ക്യൂസ് ഉണ്ടോ? അപ്പൊ എന്തിനാ ദൈവം വിടുവിച്ചേ? എന്നിട്ട് അതിന് ബാക്കിയോട് വായിച്ചേ.
പ്രീസ്റ്റ്ഹുഡും വിശുദ്ധ ജനവുമായിരിക്കും. നോക്കണം, അപ്പോ എന്തിനാണ് ദൈവം ഇവരെ വിടുവിച്ച്? ദൈവത്തിന്റെ റെയിനിൽ, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഴ്ചയിലേക്ക് ആര് വരണം? ഇവര് വരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമിയിലുള്ള സകലത്തിന്മേലും രാജാവായി വാഴുന്നാരാ? ദൈവമാ. സകലർക്കും ആഹാരം കൊടുക്കുന്നവരാ, ജീവൻ കൊടുത്തവരാ, സകലത്തെയും പരിപാലിക്കുന്നവരാ, സകല ഇക്കോസിസ്റ്റത്തെയും പാലിക്കുന്നവരാ. ഒരു ചെറിയ വേരിയേഷൻ വന്നാൽ നമ്മളൊക്കെ മരിച്ചു പോകത്തില്ലേ? ചൂടിനകത്ത് അല്പം വേരിയേഷൻ വന്നാൽ നമ്മൾ മരിച്ചു പോകത്തില്ലേ? എല്ലാത്തെയും പാലിക്കുന്നവരാ, ദൈവമാ പാലിക്കുന്നത്. പക്ഷേ ഈ ദൈവത്തെ രാജാവായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? നോ. നമ്മൾ അവന്റെ റോയൽ റൂളിൽ അംഗീകരിക്കുന്നു. അതാ മക്കൾ മാത്രം അവന്റെ റോയൽ റൂളിൽ കീഴിൽ നിൽക്കുന്നു. അവന്റെ സന്നിധിയാണ് നമുക്ക് വലുത്. ദൈവം തരുന്ന നന്മകളല്ല നമുക്ക് വലുത്, അവന്റെ സന്നിധിയാണ് വലുത്. അപ്പൊ പറയൂ, എന്താണ് അനുഗ്രഹം? എന്താണ് പ്രോസ്പെരിറ്റി? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകലാത്മിക അനുഗ്രഹങ്ങളാൽ ക്രിസ്തുയേശുവിൽ. അത് ഒന്നാമത്തെ പുറപ്പാടിൽ മോശയുടെ സമയത്ത് ഭൂമിയിലെ നന്മകളാ പറഞ്ഞത്, കനാൻ ദേശമാ പറഞ്ഞത്. പക്ഷെ വല്ല ഗുണമുണ്ടായോ? തുള്ളിച്ചാടി വന്നതെല്ലാം മരുഭൂമി മരിച്ചുപോയി. കാര്യം പാപത്തിൽ നിന്ന് വിടുവിക്കാൻ മോശയ്ക്ക് പറ്റിയില്ല. യേശുവാണ് ലാസ്റ്റ് എക്സോഡസ്. നമ്മൾ യേശുവിന് പുറകെ പോകുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ മരുഭൂമി യാത്രയാണ്. റൈറ്റ് അല്ലേ? ഒന്നാമത്തെ പുറപ്പാടിൽ സംഖ്യാപുസ്തകത്തിന്റെ റോളാണ് ലാസ്റ്റ് എക്സോഡസിൽ അപ്പോസ്തല പ്രവൃത്തിക്കുള്ളത്. സംഖ്യാപുസ്തകത്തിൽ ജനങ്ങൾ എവിടെയാണ്? മരുഭൂമിയിലല്ലേ? സാത്താന്റെ ഓരോ പരീക്ഷയിൽ അവർ മൂക്കും കുത്തി വീഴുക. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിലോ ആത്മശക്തിയാൽ ജനം കുതിക്കുക. അവിടെ ദൈവത്തെ പരീക്ഷിക്കുക, പിറുപിറുക്കുക. ഇവിടെ കഷ്ടം വന്നാലും ദൈവത്തെ പാടി സ്തുതി, ജയിലിൽ കിടന്ന് പോലും പാടി സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിന്റെ പുറകെ നാം ഇപ്പോൾ ഒരു മരുഭൂമി യാത്രയിലാണ്. ജനത്തെ പാപത്തിൽ വിടുവിക്കാൻ. അതുകൊണ്ടാണ് മരുഭൂമിയിൽ യേശു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ ആര് വന്നു? മോശയും ഏലിയാവും വന്നു. പറയുക, അയ്യോ ഞങ്ങൾ കഷ്ടപ്പെട്ട്, ഞങ്ങൾ ഒത്തിരി ചെയ്തേ, എല്ലാത്തിനും ശവടക്കത്തിൽ കൂടെ വന്നേ, ഒന്നും ഓർച്ചില്ലേ? എനിക്ക് പാപത്തിന് ആരെ വിടുവിക്കാൻ പറ്റില്ല. കുറെ അത്ഭുതം ചെയ്തെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കിൻഡിൽ കണക്കിന് മന്ന കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല. അവർ കാളക്കുറ്റന്മാരെ പോലെ വണ്ണം പറ്റുന്നല്ലാതെ ഒരു ഗുണം ഉണ്ടായില്ല. ആവർത്തന പുസ്തകം 31 അധ്യായത്തിന്റെ വാക്യം ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? ആവർത്തന പുസ്തകം 31 അധ്യായത്തില് മോശ മരിക്കുന്നതിന് മുമ്പ് 32 അധ്യായത്തില് മരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് എഴുതി ഇവരെ പഠിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് പാട്ടെഴുതി മനപ്പാടം പഠിപ്പിക്കണം, പാടി 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 റിപ്പീറ്റ് പാടി 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 പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിന് കാരണം ഞാൻ 31 അധ്യായത്തിൽ പിന്നെ സഹവാസം വായിച്ചാൽ മതി, അത് മനസ്സിലാകും. ഇവിടെ പറയുകയാണ്, 32 അധ്യായത്തിൽ പറയുകയാണ്, ഇവിടെ വായിച്ച് 32:15 വായിച്ച്. ഇവനങ്ങ് തിന്നു നല്ല സൂപ്പർ ബ്രൂസിനെ പോലെ ആയെന്നല്ലാതെ എന്നെ അനുസരിക്കാൻ കഴിവില്ല. ഇനിയും കാണിച്ചു തരാം. ആ 31:20. കണ്ടല്ലോ, ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും. മോശ പറയുന്നുണ്ട് ആ 31 അധ്യായത്തിന്റെ അവസാനത്തിൽ മോശ പറയുന്നുണ്ട്, എന്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോടും ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ട് മാറിക്കളയുമെന്ന് എനിക്ക് അറിയാം. കാര്യം ഞാൻ നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ടില്ല. അതൊരു കാര്യം. മോശ കൊടുത്ത ന്യായപ്രമാണം നല്ലതാണെങ്കിലും ന്യായപ്രമാണം അനുസരിപ്പാൻ ജനത്തിന് കഴിവുണ്ടോ? ഇല്ല. അത് തന്നെ സ്റ്റെഫാനോസ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വന്നേ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന് 36-ാം വാക്യം. Acts of Apostles chapter 7 verse 36. അവൻ മിസ്രയീമിലും ചെങ്കടലിലും
40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും അവരെ നടത്തിക്കൊണ്ട് വന്നു. പക്ഷെ അവർ ദൈവത്തെ അനുസരിച്ചോ? ഇല്ല. അതിന് 39 വായിച്ച്. നമ്മുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞ അവർ ആ ദൈവത്തെ അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കാതെ ദൈവത്തെ ഉപേക്ഷിച്ചു. ഈ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഓണറബിൾ ടേമാണ് അദ്ദേഹം. അപ്പൊ ദൈവത്തെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പോയി. അപ്പോ ഈ അത്ഭുതം കിട്ടാഞ്ഞുകൊണ്ടാണോ? 40 വർഷവും അത്ഭുതമല്ലായിരുന്നോ? മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് അത്ഭുതമല്ലേ? 40 ഇസ്രായേൽ മക്കൾ എഴുന്നേക്കുന്ന എന്തോ കേട്ടോണ്ടാ? അത്ഭുതം കേട്ടോണ്ട്. കാണുന്ന എന്തുവാ? മന്ന പൊഴിഞ്ഞു കിടക്കും. അത്ഭുതം. 40 വർഷം അത്ഭുതം. അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ അത്ഭുതം. ഇത്ര അത്ഭുതം കണ്ടിട്ടും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത്? ഭയങ്കര അപകടമല്ലേ ഇത്? ഇത്ര വർഷം ഡെയിലി അത്ഭുതം. ഇവരുടെ ആഹാരം അത്ഭുതത്തിൽ കൂടെ, ഇവരുടെ സർവൈവൽ അത്ഭുതത്തിൽ കൂടെ, മുഴുവൻ അത്ഭുതത്തിൽ കൂടെ ദൈവം കൊടുക്കുകയാണ്. എന്നിട്ടും ദൈവത്തെ ട്രസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതല്ലേ? അതിന് ദുശാഠ്യം എന്നല്ലാതെ വല്ലതും പറയാൻ പറ്റുമോ? ദൈവത്തിന് ആശ്രയിക്കുന്നില്ല. ദൈവത്തിന്റെ മിറക്കിളിൽ സന്തോഷിക്കുന്നു, ദൈവത്തിൽ സന്തോഷിക്കുന്നില്ല. ദൈവത്തിന്റെ നന്മകളിൽ സന്തോഷിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് വരുന്നില്ല. ദൈവം അവരുടെ നടുവിൽ വന്ന് നിന്നിട്ടും അവനെ അനുസരിക്കുന്നില്ല. പാപികളുടെ നടുവിൽ ദൈവം വരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. അവർ മരിച്ചു പോകുന്ന പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നാൽ നിങ്ങൾ ഇല്ലാതെയാകും. എന്നിട്ട് അവൻ വന്നിട്ട് പറഞ്ഞു, പ്രിക്കോഷൻ മെഷേഴ്സ് ആരും ചോട്ട് അടുത്തൊന്നും വരണ്ടെന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എന്നിട്ട് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തില് മോശ ഒരു കാര്യം പറയുന്നുണ്ട്. ആവർത്തനം 4:6 പറഞ്ഞേ. Deuteronomy chapter 4:6. ദൈവം തന്നിരിക്കുന്ന ഉപദേശങ്ങളെ പ്രമാണിച്ച് നടപ്പീൻ. ജാതിയുടെ ദൃഷ്ടിയിൽ നമ്മുടെ ജ്ഞാനവും വിവേകവും എന്തുവാ? ദൈവം പറഞ്ഞതായ ന്യായപ്രമാണം അനുസരിച്ചൊന്ന് ജീവിര. നമ്മുടെ ജ്ഞാനവും വിവേകവും അത് തന്നെയാണ്. ബാക്കിയുടെ വായിച്ച്. ഈ ആവർത്തന പുസ്തകം മോശ ആരോടാ പറഞ്ഞേ? ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അന്ന് അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച ആ ജനം, ആ ലക്ഷക്കണക്കിന് ജനം കനാൻ കടന്നോ? 2 പേരെ കടന്നുള്ളൂ. അവസാനം 40-ാം വർഷം 11-ാം മാസം, ആവർത്തന പുസ്തകത്തിന് 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 40-ാം വർഷം 11-ാം മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര മാസം കൂടെ മോശ ജീവിക്കും? ജസ്റ്റ് 1 month. മോശ എത്രാമത്തെ വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയേ? 80-ാം വയസ്സ് അല്ലേ? 40 വർഷമല്ല ശുശ്രൂഷിച്ചുള്ളൂ. അപ്പൊ മോശ മരിക്കാൻ ഇനി എത്ര മാസം കൂടെ ഉണ്ട്? ഒറ്റ മാസം, 30 days. കാരണം അവിടെ സോളാർ ബേസ്ഡ്, ഇവിടെ ചന്ദ്രനെ ബേസ്ഡുള്ളതായ കലണ്ടറാണ്. ജസ്റ്റ് 30 days ആണ്. 30 days കൂടെ ഉള്ളൂ. ആ 30 days നെക്സ്റ്റ് ജനറേഷനെ മോശ പഠിപ്പിക്കുകയാണ് ആവർത്തന പുസ്തകം. പഴയ തലമുറയിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ആരാ? യോശുവയും കാലേബും. ബാക്കിയുള്ളവരെന്ത്? മക്കളെ, നിങ്ങൾ പുതിയ തലമുറയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ നിൽക്കുന്ന മണ്ണിനടിയിൽ കുഴിച്ചിടപ്പെട്ടിരിക്കുകയാണ്. 40-ാം വർഷം 1-ാം മാസം മിരിയാം മരിച്ചു. 40-ാം വർഷം 5-ാം മാസം അഹരോനും മരിച്ചു. അഹരോൻ മരിച്ചു കഴിഞ്ഞപ്പം വേദനയോട് 90 സങ്കീർത്തനത്തിൽ മോശ പറയുന്നുണ്ട്, എന്താ ഞങ്ങൾക്ക് വേണ്ടിയേ? മന്നയാണ് വേണ്ടി, അത്ഭുതമാണ് വേണ്ടിയേ? 90 സങ്കീർത്തനം 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഇനി എന്താ വേണ്ടിയേ? ഡെയിലി ഞങ്ങൾ അത്ഭുതം കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അത്ഭുതം വേണവേ, വിടുതൽ വേണവേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ കണ്ട് അതൊക്കെ മറക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇനി അത്ഭുതങ്ങളല്ല വേണ്ടത്, നന്മയല്ല വേണ്ടത്. ഇതൊക്കെ അത്യാവശ്യം. നീ അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ ആരാ തരുന്നേ? ഞങ്ങൾക്ക് ഇപ്പം ഇനി എന്താ വേണ്ടിയേ? ഇതൊക്കെ എന്തിനാ തന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനമുള്ള ഹൃദയം. ദൈവമേ, നീ ഞങ്ങളെ എന്തിനാണ് വിടുവിച്ചത്? ഞങ്ങളുടെ കൂടെ നീ എന്തിനാണ് വന്നത്? പാപികളെ ഞങ്ങളെ നീ എന്തിനാണ് തിരഞ്ഞെടുത്തത്? എന്തിനാണ് ഞങ്ങളെ മാനിച്ചത്? എന്തിനാണ് ഞങ്ങളെ തീറ്റി പോറ്റുന്നത്? എന്തിനാണ് ഞങ്ങളുടെ മുമ്പിൽ അത്ഭുതം ചെയ്തത്? ഇതിന് സത്യമൊന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം, വിവേകമുള്ളൊരു മനസ്സ് തരണമേ എന്നാ പ്രാർത്ഥിക്കുന്നേ. ഭയങ്കരമല്ലേ? അതുണ്ടെങ്കിലേ ദൈവരാജ്യത്തിലേക്ക് വരത്തുള്ളൂ. അതുണ്ടെങ്കിലേ ദൈവത്തിന്റെ ആ റെയിനിലേക്ക് വരത്തുള്ളൂ.
കിട്ടുന്നതിൻ്റെ ലിസ്റ്റ് പറയുന്നതല്ല അനുഗ്രഹം, നിൽക്കേണ്ടടുത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൽക്കേണ്ടടുത്ത് നിന്നില്ലെങ്കിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ അഹങ്കാരികളാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ അഹങ്കാരികളാക്കാനാണ് കർത്താവ് അനുഗ്രഹം തന്നെ? നോ, നമ്മളെ നല്ലവരാക്കാൻ അവൻ തന്ന. നമ്മൾ ആ പഴയ ഇസ്രായേലിനെ പോലെ ആകരുത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നന്നായി പറയുന്നുണ്ട്, ഇത് അന്ത്യകാലമായി നമുക്ക് ദൃഷ്ടാന്തമായി, വാണിംഗായി, മുന്നറിയിപ്പായി അവൻ തന്നിരിക്കുകയാണ്. നിങ്ങൾ അവരെ പോലെ ആകരുത്. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിന് വലിയൊരു പ്രശ്നം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഈ ആവർത്തന പുസ്തകം പറയുന്നത് പുതിയ തലമുറയോടാണ്. നിങ്ങളുടെ പിതാക്കന്മാരും മാതാക്കളും എല്ലാം എന്തു പറ്റി? മരിച്ചുപോയി. ദൈവത്തെ കാണാത്തതുകൊണ്ടല്ല, ദൈവശബ്ദം കേൾക്കാത്തതുകൊണ്ടല്ല, ന്യായപ്രമാണം കിട്ടാത്തതുകൊണ്ടല്ല, അത്ഭുതം കിട്ടാഞ്ഞുകൊണ്ടല്ല, ആഹാരത്തിന് കുറവ് കൊണ്ടുമല്ല, അല്ലേ, ആഹാരത്തിന് കുറവ് കൊണ്ടുമല്ല, വെള്ളമില്ലാഞ്ഞിട്ടുമല്ല, മരുഭൂമിയിലെ ചൂട് കൊണ്ടുമല്ല, ഒരു പ്രശ്നം കൊണ്ടുമല്ല. അവർ മരിച്ചത് അവരുടെ അനുസരണക്കേട് കൊണ്ട് മാത്രം. ദൈവം അവരുടെ നടുവിൽ വന്നിട്ട് പോലും എന്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയം അവർക്കില്ലായിരുന്നു. അവർ ഫിസിക്കലി ഫിറ്റ് ആയെന്നല്ലാതെ ഉള്ളിൽ അവർ വെറും 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 ശുഷ്കിച്ചവരായിരുന്നു. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ അങ്ങനെ ആകുവാൻ പാടില്ല. നാം ദൈവസന്നിധിയിലാണെങ്കിൽ ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം ആരെയൊക്കെ തൻ്റെ മക്കളായി സ്വീകരിച്ചു അവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാർ. നമ്മൾ എല്ലാവരും ശുശ്രൂഷിക്കുവാൻ അവൻ നമുക്ക് അധികാരം തന്നിരിക്കുക, അവൻ നമുക്ക് ശക്തി തന്നിരിക്കുക. അതാണ് നമ്മൾ കർത്തൃമേശയിൽ പറയുന്നത്. കർത്താവ് നമ്മളും ദൈവമായിട്ടൊരു വലിയ ബന്ധമാണ്. ഈ കർത്തൃമേശം വെച്ചാൽ നമ്മളും കർത്താവുമായിട്ട് വലിയൊരു ബന്ധമാണ്. പുതിയ ഉടമ്പടി ഇവിടെ രക്തത്തില, യേശുവിന്റെ രക്തത്തില. എന്താണെന്നറിയാമോ യേശു പറയുന്നത്? എന്താണെന്നറിയാമോ? ഞാൻ മുൾക്കിരീടം വച്ചും നിന്ന് സഹിച്ചും തുപ്പലേറ്റും ഞാൻ എത്ര ദരിദ്രനായാലും വേണ്ടുകയില്ല, ഞാൻ നിങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടു നിർത്താം. നിങ്ങളെ എന്റെ രക്തത്താൽ കഴുകി, നിങ്ങളെ ഞാൻ എന്റെ രക്തത്താൽ കഴുകി, നിങ്ങളെ ഞാൻ എന്റെ കരം പിടിച്ച് പിതാവിന്റെ സന്നിധിയിൽ കൊണ്ട് ഞാൻ നിർത്താം. നടക്കാൻ തയ്യാറാണോ? അവിടെ നിൽക്കാൻ തയ്യാറാണോ? അവനെ അനുസരിപ്പാൻ തയ്യാറാണോ? എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ആ ഉടമ്പടി ദൈവമായിട്ട് നമ്മൾ എടുത്തിരിക്കുക. അതിന്റെ ഓർമ്മ പുതുക്കലാണ് കർത്തൃമേശ. ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു ഈ ബ്രെഡ് കഴിച്ച രോഗസുഖം കിട്ടുമെന്ന് ആലോചിക്കുന്നു. ബ്രെഡ് കഴിക്കാത്ത രോഗസുഖം കിട്ടും. അത്ഭുതത്തിനാ ഡെയിലി അത്ഭുതം കണ്ടിട്ട് മാനസാന്തരപ്പെട്ടില്ല ഇസ്രായേൽ ജനം. 40 വർഷം മൊത്തം അത്ഭുതം ചെയ്തിട്ടും ഇസ്രായേൽ ജനം മാനസാന്തരപ്പെട്ടില്ല. സത്യം നമ്മൾ മനസ്സിലാക്കണം. പല തുണ്ടങ്ങളായ, പല കഷ്ണങ്ങളായ, കൾച്ചറാൽ, വിദ്യാഭ്യാസാൽ, സമ്പത്താൽ, ഫാമിലിയാൽ പല കഷ്ണങ്ങളായ, പല ജാതികളെ കഷ്ണങ്ങളായി പോയി നമ്മെ ഈശ്വരത്താൽ അവന്റെ ആത്മാവിനെ നമ്മളെ ഒന്നിപ്പിച്ചു. ലോകം പരസ്പരം മല്ലടിക്കുന്നു വലുതാകുവാൻ. നോ, നമ്മൾ വലുതാകുവാനല്ല, ദൈവം തന്ന ആത്മശക്തി ഏറ്റവും ചെറുതായി മാറുവാൻ, ശുശ്രൂഷിപ്പാൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർ തമ്മിൽ ഭയങ്കര മല്ലടിയായിരുന്നു. കൃപാവരം ഉള്ളപ്പം ഒരുത്തൻ പ്രവചിക്കുമ്പോൾ അവിടെ ചാടി പ്രവചിക്കുന്നു, ഇവിടെ ചാടി പ്രവചിക്കുന്നു, ഒന്നിനും ഒരു ഓർഡർ ഇല്ല. അതുകൊണ്ടാണ് ദൈവം, അതേ പൗലോസ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലുണ്ട്, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. അവൻ കൃപ തന്നത് കലക്കുണ്ടാക്കാനല്ല, ഡിസോർഡറിനല്ല. ദൈവം കൃപ തന്നത് ഓർഡറിന് വേണ്ടിയാണ്. നിങ്ങളെ തന്നെ പഫപ്പ് ചെയ്യാനല്ല, പൊക്കാനല്ല, എക്സാൾട്ട് ചെയ്യാനല്ല, നിങ്ങൾ താഴുവാൻ. എന്നിട്ട് 2 കൊരിന്ത്യർ പറയുന്നുണ്ട്, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ സമ്പന്നനാക്കുവാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ ഓർക്കണം. ഇതാ കൃപ. ഈ കൃപ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ വന്ന ഈ കൃപ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ആക്സസ് കിട്ടി. ഈ കൃപ എങ്ങനെയാണ്? സമ്പന്നനായ ദൈവം. സറാഫുകൾ അവന്റെ മുമ്പിൽ നിൽക്കത്തില്ല, ഭയന്ന് നിൽക്കുകയാണ്, കാല് പൊറിഞ്ഞ് നിൽക്കുകയാണ്, കണ്ണു പൊറിഞ്ഞ് നിൽക്കുകയാണ്. സറാഫുകൾ യേശുവിനോട് സംസാരിക്കുന്ന ഭയമാണ്, തമ്മിൽ സംസാരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സമ്പന്നനായ കർത്താവ് നമ്മെയും സമ്പന്നനാക്കി അവന്റെ കൂടെ ഇരുത്തുവാൻ നമുക്ക് വേണ്ടി ദരിദ്രനായി എത്രമാത്രം താഴാമോ അത്രമാത്രം താണ് വന്നതുകൊണ്ടാണ് ഈ കൃപ നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കണം? ഇതേ മനസ്സോട് ശുശ്രൂഷിക്കണം. നമ്മളെ പൊക്കുന്ന നല്ല ശുശ്രൂഷ, നമ്മളെ ഉയർത്തുന്ന നല്ല ശുശ്രൂഷ, കിട്ടുന്നിടത്തെല്ലാം ഇടിച്ചു കയറി നല്ല ശുശ്രൂഷ. എന്ത് താഴ്മയല്ലേ! എന്തോ ആ ശുശ്രൂഷ മനസ്സിലായോ? ദരിദ്രനാകാൻ മനസ്സുണ്ട്. ദരിദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്?
Yes, I am ready to humble. എന്റെ കർത്താവ് അത് ചെയ്തെങ്കിൽ ഞാനും ചെയ്യും. കാര്യം അതേ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. താഴ്മയിലേക്ക് വരിക. ഇസ്രായേൽ എവിടെ പരാജയപ്പെട്ടുവോ അവിടെ നമ്മെ വീണ്ടെടുക്കുവാൻ ആര് വന്നു? യേശു വന്നു. പഴയ പുറപ്പാടിന്റെ പരാജയത്തിന്റെ അവിടെയാണ് ആര് പിടിച്ചിരിക്കുന്നത്? യേശു പിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജനത്തിന് ന്യായപ്രമാണം അത് അനുസരിക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റാതെ പോയത്? അത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 51-ാം വാക്യം. സ്റ്റീഫന്റെ പ്രസംഗമാണ്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ടാണ് അവർ കല്ലെറിഞ്ഞു വന്നത്. സാക്ഷിക്കാരും നിങ്ങൾ ആരോട് മറന്നു നിൽക്കുന്നു? നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ആരോട് മറന്നു നിൽക്കുന്നു? പരിശുദ്ധാത്മാവിനോട് മറന്നു നിൽക്കുന്നു. എന്നിട്ട് അതിന്റെ 53-ന്റെ ലാസ്റ്റ് ഭാഗം വായിച്ച് പ്രാപിച്ചുവെങ്കിലും നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിക്കും. ആർക്കാ ദേഷ്യം വരാത്തത്? എല്ലാവരും കൂടെ കോപം നിറഞ്ഞവരായി അവനെ ന്യായപ്രമാണം പ്രാപിക്കുന്നതല്ല, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, ആചരിക്കുന്നവരത്രേ ദൈവസന്നിധിയിൽ നീതിമാന്മാർ. റോമാലയത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല. ആർക്ക് ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റും? അതിനാണ് യേശു വന്നത്. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നത്. അത് നമുക്ക് മത്തായി സുവിശേഷത്തിൽ കാണുവാനേ സാധിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിനകത്താണെന്ന് തോന്നുന്നു. 5-ാം അധ്യായത്തിലേക്ക് വന്ന് 5-ാം അധ്യായം 17-ാം വാക്യം തൊട്ട് വായിച്ച്. ഗിരിപ്രഭാഷണത്തിലെ വാക്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5-ന്റെ-17 തൊട്ട് എന്ന് നിരൂപിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. നീക്കുവാനല്ല, നീക്കുവാനല്ല, നിവർത്തിക്കുവാൻ. ന്യായപ്രമാണത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്തുവാ? നാം അവരുടെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകണം. അതിന് സാധിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുകയാണ്. ബാക്കി വായിച്ച്. ഒരു വള്ളിപ്പുള്ളി ഒഴിഞ്ഞു പോവില്ല. ബാക്കി ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാകും. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാകാൻ ഒന്നുമില്ലാതാകാൻ ചോദ്യം എന്തുവാ? ദൈവനെ തെറ്റായിട്ട് പഠിപ്പിച്ചല്ലേ? അഴിച്ച് തെറ്റായി പഠിപ്പിച്ചാൽ ഏറ്റവും ചെറിയവനാകും. ബാക്കി അവയെ ആചരിക്കുക. ശ്രദ്ധിക്കണം, പഠിപ്പിച്ച മാത്രം പോരാ, അവരെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. വളരെ ശ്രദ്ധിക്കണം, ആരാ പഠിപ്പിക്കണ്ടേ? ഇത് കലാപരിപാടിയല്ല. ദൈവശുശ്രൂഷ നമ്മുടെ സാക്ഷ്യം ഒരു കലാപരിപാടിയില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിനെ കൊണ്ടുവന്നാൽ മതി. ഇത് കലാപരിപാടിയല്ല. ബാക്കി സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് അതേ വിളിക്കപ്പെടുന്നു. അവൻ എവിടാ? അവൻ ദൈവത്തിന്റെ ആചരിക്കുകയും പ്രവർത്തിക്കുകയും. ഇതാരാ നമുക്കിതിന് കഴിവ് തന്നേ? യേശു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികളാൽ നമുക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന ശക്തി, വാഗ്ദത്ത വിഷയം യേശു നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. യേശു വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം. യേശുവിനെ ഉയർപ്പിച്ച ആത്മശക്തി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ നമ്മളെ മന്ദിരമായി പണിയുകയാണ്. ദൈവത്തെ അനുസരിക്കുവാൻ അവൻ നമുക്ക് കഴിവ് തന്നു. പാപത്തിന്മേൽ അവൻ നമുക്ക് ജയം തന്നു. അപ്പോൾ ആത്മശക്തി പ്രാപിച്ചോ ഇല്ലയോ എന്നെങ്ങനെ അറിയുന്നേ? പരിശുദ്ധാത്മശക്തി അഭിഷേകം പ്രാപിച്ചു ഇല്ലയോ എന്നെങ്ങനെ അറിയുന്നേ? ദൈവസന്നിധിയിലാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ, ദൈവത്തെ അനുസരിക്കാൻ കഴിവായോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ്, ദൈവത്തിന്റെ ഇഷ്ടപോലെ ജീവിക്കാൻ കഴിവായോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ് അത് ദൈവം അതിനെ അളക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ യോഗ്യത അവൻ ആത്മാവിനെ കൊടുക്കുന്നു.
ക്രിസ്തുവിന് മാത്രമേ ആത്മാവിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവൻ രക്ഷകനായിരിക്കുന്നത്. അതുകൊണ്ടാണ് സക്കറിയ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാമിനോട് കൊടുത്തതുപോലെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭയം കൂടാതെ ആയുഷ്കാലമൊക്കെയും നീതിയിലും വിശുദ്ധിയിലും നമുക്ക് ആരാധിക്കാൻ ഭാഗ്യം തരാമെന്ന് അബ്രഹാമിനോട് പിതാവിനോട് പറഞ്ഞത് ഇന്നിതാ സാധിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു ജനിച്ചിരിക്കുന്നു. നീയോ പൈതലെ യോഹന്നാനെ അവന്റെ ദൂതനായിരിക്കും, അവന് വഴിയൊരുക്കുന്നവനായിരിക്കുമെന്ന് അത് യോഹന്നാൻ സ്നാപകൻ പിതാവായ സക്കറിയ പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു പ്രവാചകൻ പറയുന്നു, ഇവൻ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്, ഇസ്രായേലിലെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. സകല ജാതികൾക്കും ഉദിച്ച രക്ഷയെ വെളിച്ചത്തെ ഞാൻ കണ്ടുവല്ലോ. അപ്പൊ യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ എന്താ സംഭവിക്കേണ്ടേ? നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും മാറുകയാണോ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ്? ദൈവസന്നിധിയിലേക്ക് അടുക്കുക. ദൈവസന്നിധിയിലാണെങ്കിൽ നമ്മൾ മാറുമില്ലയോ? മാറിയിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു, സകലത്തെയും വാഴുവീൻ അതോറിറ്റി ദൈവം നമുക്ക് തന്നു, എല്ലാവരെയും പണിതെടുക്കുവാൻ ശുശ്രൂഷിക്കുവാൻ അതോറിറ്റി. കേട്ടോ, ദൈവം തന്ന ശുശ്രൂഷ അതോറിറ്റി ഡെറിവേറ്റീവ് പവറാണ്. അതെന്തിനാണ്? ടു സെർവ് others to come to the fullness of God. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനല്ല. ലോകത്തിന്റെ അതോറിറ്റി എന്തിനാ? നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്ന അതോറിറ്റി എന്ന് പറഞ്ഞാൽ പക്ക മാനിപ്പുലേഷനാ. ഒന്നിവിടെ പറയും, വേറെ അവിടെ പറയും, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിക്കൊടുക്കും, രണ്ടും കൂടെ തല്ലും, അല്ലേ? ഭയങ്കര അടികളാണ് നടക്കുന്നത്. അത് മാനിപ്പുലേഷനാണ്. നോ, ദൈവം തന്ന അതോറിറ്റി നമ്മളെ ദൈവത്തിന്റെ ഫുൾനെസ്സിലേക്ക് വളർത്തുവാൻ വേണ്ടിയുള്ളതാണ്. സെർവിങ്ങിനുള്ള അതോറിറ്റിയാണ്. എന്നാൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്മേൽ പോലും അതോറിറ്റി ഉണ്ടോ? പാപിയെ മനുഷ്യൻ തന്റെ ശരീരത്തിന് അതോറിറ്റി ഉണ്ടോ? ശരീരത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രഷറിന് വേണ്ടി ഓടും തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്ന. ശരിയല്ലേ? ദൈവം തന്ന ശരീരം, ഈ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മനസ്സില്ലാതെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രഷറിന് വേണ്ടി ഓടുന്ന പ്രഷർ സീക്കിംഗ് ജനറേഷനാണ് ഇന്ന് നമ്മുടെ നടുവിലുള്ളത്. അവർക്ക് പ്രഷർ കിട്ടുമോ? അവർ നശിക്കല്ലേ? അറിഞ്ഞുകൂടാ, എന്റെ ജനം പരിജ്ഞാനമില്ലാകിയാൽ നശിച്ചു പോകും. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? പഴയ ഇസ്രായേലിനെ കണ്ടു. 40 വർഷവും മരുഭൂമിയിൽ അത്ഭുതമായിരുന്നു എന്ന് സ്റ്റെഫാനോസ് പറയുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങിയപ്പോൾ മൊത്തം അത്ഭുതമാണെന്ന് പറയുന്നുണ്ട്. ഈ അത്ഭുതത്തിന് പുസ്തകം എഴുതി എന്തുമാത്രം കാണും അല്ലേ? ഇവരോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സഭയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, പാസ്റ്റർക്ക് വീടിപ്പാ. അതുപോലെ സാക്ഷ്യം പറയാനും ഉണ്ട്. അത്ഭുതങ്ങളുടെ എണ്ണം പറഞ്ഞ് തീരത്തില്ല. ശരിയാ അവര് പറയുന്നത് ശരിയാണ്. അത്ഭുതത്തിന് എണ്ണം പറയുന്നതല്ല സാക്ഷ്യം. എൻ്റെ പിതാവിന് സ്ഥലം നിൽക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. മറ്റുള്ളവരെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ ആ വിശപ്പിന്റെ ആ കാഠിന്യം മനസ്സിലാക്കുവാനും ഒക്കെ എനിക്ക് പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതിന്റെ സാക്ഷികൾ നമ്മൾ. യേശു പുനരുദ്ധാനം ചെയ്തുകൊണ്ട് നമ്മളും പുനരുദ്ധാനം ചെയ്തു. നമ്മളെ അവർ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഭൂമിയിൽ നാം ഇവിടെ നടക്കുന്നു, ദൈവസന്നിധിയിൽ നടക്കുന്നു. മക്കളെ, കർത്താവ് ദൈവങ്ങളുടെ നടുവിൽ വന്ന് നിന്നിട്ട് ഡെയിലി ദൈവത്തെ കണ്ടിട്ടും സംഭവം ഡെയിലി കാണുന്നില്ലേ? അവര് എന്തൊരു അത്ഭുതമല്ലേ? രാത്രി വെട്ടമുണ്ടെന്നവിടെ സംഭവം ഉണ്ട്. അവിടെ അത്രയും പാളയത്തിൽ വെട്ടമുണ്ട് ആവശ്യത്തിന്. ഒരു കൊച്ച പനി വന്നു പോലും ആരോടും മരിച്ചിട്ടില്ല. അതിനുകൊണ്ട് ആരും മരിച്ചിട്ടില്ല. എല്ലാവർക്കും ഉണ്ട്. എന്താ രക്ഷ? What is meant by salvation? കൊണ്ടുപോവാൻ, ആത്മശക്തി നമ്മളെ നിറയ്ക്കുവാൻ അവൻ ചെയ്ത ത്യാഗം എത്ര വലുതാണ്. അവൻ ദരിദ്രനായി മാക്സിമം
നമ്മളുമായിട്ട് ഉടമ്പടി വെച്ചിട്ടുണ്ട്. നാം ദൈവമായി പേഴ്സണൽ ഉടമ്പടിയുണ്ട്. നാം അതിൽ വിശ്വസ്തരായിരിക്കണം. കർത്താവ്, ഞാൻ തയ്യാറാണ്. ഇതാണ് കൃപ. നമ്മളെ ആ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് കൃപ. നമുക്ക് പിതാവിന്റെ മുമ്പിൽ വരാൻ യോഗ്യതയില്ല, ഒരിക്കലും യോഗ്യതയില്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് നമ്മുടെ കാലുകൾക്ക് ബലമില്ല. അവന്റെ നോട്ടത്തിന് മുമ്പിൽ നമുക്ക് ബലമില്ല. നമ്മൾ കരിഞ്ഞു പോകും. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ അവൻ നമ്മെ കരം പിടിച്ചുറങ്ങിയിരിക്കുന്നു. ഇവിടെ നാം നിന്നാൽ നമ്മുടെ ജീവിതം നല്ലതാണ്. നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും. ഇത് ജീവൻ പ്രധാനം ചെയ്യുന്നതുമായി മാറും. നാം ദൈവത്തിന്റെ മക്കൾ. ഇവിടെ ആവർത്തന പുസ്തകം 32 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മോശ മരിക്കുന്നതിന് മുമ്പ് മോശ ഇങ്ങനെ പറയുന്നുണ്ട്. 32-ാമത്തെ അധ്യായത്തിലാണ് പാട്ടുള്ളത്. ആ പാട്ടിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കാം എന്ന് പറഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെ സാക്ഷി നിർത്തിയാ ദൈവം സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് യെശയ്യാപ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എല്ലാം കൊടുത്തു, സകലം കൊടുത്തു. ഞാൻ അവരെ പോറ്റി വളർത്തിയതിന് ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട്. എന്തുവാ? അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. എന്റെ റോയൽ റൂളിംഗിൽ ഇരിപ്പാൻ അവർക്ക് മനസ്സിലായി. നമ്മളെ കുറിച്ച് അങ്ങനെ പറയുമോ? പറയാൻ പാടില്ല. അതിനാണ് ആത്മാവ്. നോക്കൂ, നമ്മുടെ ദൈവം ആരാണ്? അവൻ നമ്മളോട് ക്രൂരത കാണിക്കുന്നവനാണോ? അല്ല. അവന്റെ സ്നേഹം അളക്കാൻ പറ്റുമോ? ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും അളക്കാൻ പറ്റുമോ? എത്രയോ സ്നേഹമാണ് നമ്മുടെ കർത്താവ്. അവന്റെ അടുക്കിലേക്ക് നാം വരണം. നമ്മെ വിടുവാൻ അവന് മനസ്സില്ല. നമ്മുടെ പുറകെ അവൻ വരികയാണ്. അവന്റെ സ്നേഹം അത്ര ആഴമാണ്. നമ്മെ തകർക്കില്ല. നമുക്ക് നല്ലൊരു ജീവിതം തരുവാൻ നമ്മുടെ പരാജയങ്ങൾ അവനങ്ങെടുക്കുകയാണ്. നമ്മുടെ പോരായ്മകൾ അവനങ്ങെടുക്കുകയാണ്. നമ്മെ ജീവിപ്പിക്കുവാൻ പ്രാപ്തനാക്കുവാൻ അവൻ നമ്മുടെ കൂടെ വരികയാണ്. നമ്മൾ അവനെ ക്ഷണിക്കാതിരുന്നിട്ട് പോലും അവൻ നമ്മെ പിൻപറ്റുകയാണ്. ഈ സ്നേഹത്തിന് എങ്ങനെ നോ പറയാൻ പറ്റും? എത്ര വലിയ സ്നേഹമാണ്. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എന്റെ വായിൻ വചനങ്ങളെ കേൾക്കട്ടെ. എന്നിട്ട് ആവർത്തനം 32-ന്റെ 47 വാക്യം വായിച്ച്. Deuteronomy chapter 32 verse 47. ഇത് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം, ഇത് വ്യക്തമായ കാര്യമല്ല. യെസ്, ഈ വചനം നിങ്ങളുടെ ജീവനാകുന്നു. നിങ്ങൾക്ക് കിട്ടിയ മന്നയല്ല നിങ്ങൾക്ക് ജീവൻ, വെള്ളമല്ല ജീവൻ, കനാനുമല്ല ജീവൻ. കനാനിൽ പോകുമ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, കനാൻ ഞാൻ എൻ്റെ ദാസനായ അബ്രാഹാമിന് കൊടുത്ത, അവൻ എന്നെ വിശ്വസ്തയോടെ എൻ്റെ സന്നിധിയിൽ നിന്ന് സേവിച്ചതിന് ഞാൻ അവന് കൊടുത്ത ദേശമാ. അബ്രാഹാമിനെ പോലെ ജീവിക്കാൻ മനസ്സില്ല എങ്കിൽ ദേശം നിങ്ങളെ ഉമണ്ണുകളയും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ. കനാനിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപോലെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ദേശം നിങ്ങളെ ഉമണ്ണുകളയും. കളഞ്ഞില്ലയോ? അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വ്രത കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാകുന്നു. ബാക്കി നിങ്ങൾ അവകാശമാക്കുവാൻ പുതിയ തലമുറയോട് പറയുക, നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ ഈ വചനമാണ്. അപ്പോൾ കനാനല്ല നിങ്ങൾക്ക് ജീവൻ തരുന്നത്. എന്താണ്? വചനമാണ് ജീവൻ. അത് പഴയ നിയമത്തിലേ ഉണ്ട്. അത്ഭുതങ്ങളല്ല നിങ്ങൾക്ക് ജീവൻ തരുന്നേ, നിങ്ങൾക്ക് ദീർഘായുസ് തരുന്നത്, നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവും തരുന്നത്, നിങ്ങളെ ശ്രേഷ്ഠജാതിയാക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തല്ല, നിങ്ങൾക്ക് കിട്ടിയ അത്ഭുതങ്ങളല്ല, നിങ്ങൾക്ക് കിട്ടിയ ദേശമല്ല, കനാന്റെ ആ മനോഹാരിതയല്ല, ദൈവത്തിന്റെ സന്നിധിയാണ്. ആ ദിവസത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ ആര് പരാജയപ്പെട്ടു? കാര്യം മോശ പറഞ്ഞു, പാപത്തിൽ നിന്ന് വിടുവിക്കാൻ മോശയ്ക്ക് അധികാരമൊന്നും. പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ, ക്രിസ്തുവിന്. അതുകൊണ്ടാണ് യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കുന്നത്. അവന് മാത്രമേ ആത്മാവിന് അധികാരമുള്ളൂ. നമുക്കാർക്കും ആത്മാവിനെ കൊടുക്കാൻ അധികാരമില്ല. നമുക്ക് വചനം പറയാം, യേശുവിലേക്ക് ഒരാളെ നയിക്കാം. ആത്മാവിനെ കൊടുക്കുന്നത് കർത്താവാണ്. ആർക്കും അധികാരമില്ല. അങ്ങനെയാണ് നമ്മളും ക്രിസ്തുവായി പോകും.
ക്രിസ്തു മാത്രമേ അധികാരമുള്ളൂ, അവന് മാത്രമേ രക്ഷിക്കാൻ അധികാരമുള്ളൂ. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം എവിടെ നിന്നും അതേ പിന്മാറിപ്പോയോ അവിടെ നമ്മളെ കൊണ്ടുവരികയാണ്. പിതാവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവന്നിരിക്കുക. ഈ ഒരു വിഷയമാണ് പ്രവാചകന്മാർ മുഴുവൻ തിരിച്ചും മറിഞ്ഞ് പറയുന്നത്. യെശയ്യാവും യെരമ്യാവും എല്ലാം തിരിച്ചും പറഞ്ഞു. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാകേണ്ടതായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആലയം എങ്ങനെ മാറ്റുന്ന യെരമ്യാ പറയുന്നത്? You made the temple as the den of robbers, thieves. അതൊരു ഭക്തൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കേണ്ട സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് മുഴുവൻ തിരിഞ്ഞുപോയി. എങ്ങനെയാ തിരിഞ്ഞുപോയത്? യെരമ്യാ പറയുന്നുണ്ട്, ന്യായപ്രമാണജ്ഞന്മാരുടെ കള്ള എഴുത്തുകോൾ എന്റെ വചനത്തെ ദുർബലമാക്കി, തെറ്റായി പഠിപ്പിച്ചു, ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു. ഹോശേയ-പ്രവചനത്തിലെ 1-2 വാക്യം കൂടെ കാണിച്ചിട്ട് ഞാൻ വേഗത്തിൽ ഈ സെഷനോട് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹോശേയ-പ്രവചനത്തിൽ ദൈവത്തെ അനുസരിക്കാതെ പോയ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്ന 1-2 ഫ്രൈസുകളാണ്. ആ ഫ്രൈസുകളിലൂടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. ബാക്കി നമുക്ക് അടുത്ത തിങ്കളാഴ്ച നമുക്ക് എടുക്കാം. ഹോശേയ-പ്രവചനം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും. ഇതന്നെ യേശു പറഞ്ഞു. റൈറ്റ്? യേശു സെയിം വേർഡ്സ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇസ്രായേലിനെ കുറിച്ച് പറയും. ഇസ്രായേലിന്റെ സ്വഭാവം എന്താണെന്ന് പറയുകയാണ്. ഇസ്രായേൽ ആരാണ്? 7-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ലാസ്റ്റ് പാർട്ട്. അപ്പക്കാരൻ ചൂട് പിടിപ്പിക്കുന്ന എന്ന് പറഞ്ഞ ഇസ്രായേൽ ഇപ്പൊ എങ്ങനെയാണ്? ഒരു ഓവനെ പോലെ. ഓവന്റെ അകത്താണോ തീ, പുറത്താണോ തീ? അകത്ത് എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ അകത്ത് മുഴുവൻ പാഷൻ ഡിസൈനിൽ അച്ചുകൊണ്ട് നിറഞ്ഞിരിക്കുക. നീ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ ശക്തിയിൽ നീ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളിൽ തീ കിടക്കുകയാണ്. എന്നിട്ട് അടുത്ത് പറയുകയാണ് 8-ാം വാക്യം. എഫ്രൈം മറിച്ചിട്ട് ദോശയാകുന്നു. നമുക്കറിയാം, ദോശ തിരിച്ച് മറിച്ചിട്ടെങ്കിൽ അത് കഴിക്കാൻ കൊള്ളത്തുള്ളൂ. ഇഡലിയാണെങ്കിൽ 1 സൈഡ് മതി. ദോശ മറിച്ചിട്ടില്ല എന്തിനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ദൈവത്തിൽ നന്മ മാത്രമേ പ്രാപിച്ചിട്ടുള്ളൂ. താൻ ചെയ്യേണ്ട ഒന്നും ചെയ്തിട്ടില്ല. തന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇസ്രായേൽ ചെയ്തിട്ടില്ല. ദൈവത്തിൽ നിന്ന് മാത്രം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗതി എന്താവും? മറിച്ചിടാത്ത ദോശ എല്ലാവർക്കും ഉപയോഗിക്കാൻ കൊള്ളാവും. അടി മുഴുവൻ കരിഞ്ഞു. ഇസ്രായേൽ അത് എബ്രഹാം മറിച്ചിടാത്ത ദോശയാകുന്നു. 11-ാം വാക്യം. എഫ്രൈം എളുപ്പം വഞ്ചിക്കപ്പെടും, അല്ലെങ്കിൽ എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാകുന്നു. കാണാൻ കൊള്ളാം, വിവരമൊന്നും ഇല്ല, ആർക്കും പറ്റിച്ചോണ്ട് പോകാം, ആരുടെ കൂടെ പൊക്കളെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട്, അത് മതി. ഇനി 16-ാം വാക്യം വായിച്ച് സമയമില്ലാത്തതുകൊണ്ട് 16-ാം വാക്യം. 16-ാം വാക്യമാണോ? അവർ വഞ്ചനയുള്ള വില്ല് പോലെയാകുന്നു. നോക്കണം, ഇസ്രായേലിന്റെ ദൈവസന്നിധിയിൽ ഒരു നല്ല ആയുധമായിരിക്കണം, നല്ല വില്ലായിരിക്കണം. വഞ്ചനയുള്ള വില്ലെന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ എങ്ങോട്ട് അമ്പ ചെയ്യുന്നത് വേറെ ദിക്കിലോട്ട് പോകും. ഈ വില്ല് നമുക്ക് അപകടമാവും. വഞ്ചന വില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് അമ്പ ചെയ്യുന്നത് ആ പൊസിഷനിൽ പോകത്തില്ല, വേറെ പൊസിഷനിലാണ് പോകുന്നത്. വഞ്ചനയുള്ള വില്ലാണിത്. ഇസ്രായേലിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് ഉദ്ദേശത്തിനോട് ഇസ്രായേലിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് നന്മകൾ മാത്രം പ്രാപിച്ചാൽ മതി, അവന്റെ സന്നിധിയിൽ നിൽക്കണ്ടായോ? യേശു അങ്ങ് ഇതിനു വേണ്ടിയാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഇതിനാണ് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നീതിയിലും വിശുദ്ധിയിലും കർത്താവ് നമ്മുടെ മക്കളായി സ്വീകരിച്ചു. കർത്താവ് ആരൊക്കെ മക്കളെ സ്വീകരിച്ചു അവരെല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. നമുക്ക് അവരെ ശുശ്രൂഷിക്കണം. നമ്മൾ ശുശ്രൂഷിച്ചില്ലെങ്കിൽ അവർ ഫുൾനെസ്സിലേക്ക് വരത്തില്ല. നമ്മൾ ശുശ്രൂഷിക്കണം. കർത്താവിന്റെ കൃപാവരങ്ങളൊക്കെ ഉപയോഗിച്ച് ശക്തി ഉപയോഗിച്ച് നമ്മൾ മക്കളെ ശുശ്രൂഷിക്കണം, ധൈര്യപ്പെടുത്തണം, ബലപ്പെടുത്തണം, ദൈവസന്നിധിയിൽ തന്നെ നിൽക്കുവാൻ പ്രോത്സാഹിപ്പിക്കണം. ഇതെല്ലാം വലിയ ഒരു
രക്തം ഈ ഭൂമിയിലേക്ക് അവൻ ഒഴുക്കിയത്? എന്തിനാണ് അവൻ നമ്മളെ വിട്ടു വീഴുമാറാ നമ്മുടെ പുറകെ വരുന്നത്? എന്തിനാണ് നന്മകളാൽ അവൻ നമ്മളെ വിളിക്കുന്നത്? എന്തിനാണ് അവൻ ദരിദ്രനായത്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നാമുമായി ഒരു ഉടമ്പടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി. ഹല്ലേലൂയ. ഇല്ല കർത്താവേ, ഞാൻ നിന്നോട് കൂടെ മാത്രം. നീയാണ് എന്നെ പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നത്. എനിക്കെൻ്റെ പിതാവിനെ കിട്ടി. എൻ്റെ പിതാവ് ആരെയൊക്കെ അതേ സ്വീകരിച്ചുവോ അവരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ അവരെ ശുശ്രൂഷിക്കാം. കർത്താവെ, നീ സൃഷ്ടിക്കുന്ന പോലെ ഞാൻ ശുശ്രൂഷിക്കാം. നിന്റെ ആത്മാവിനാൽ ഈ ഭൂമിയിൽ നിന്നെ പോലെ ഞാൻ ജീവിക്കാം എന്നൊരു തീരുമാനം നമുക്ക് ഇന്ന് രാത്രി കാലം എടുക്കാം. നമ്മൾ ദൈവത്തിന് എന്ത് പ്രാപിച്ചു എന്നുള്ളതല്ല, നാം ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. തരുന്നത് ദൈവമാണ്. അവൻ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം തരും. നാം ചിന്തിക്കാൻ പറ്റാത്ത പോലെ തരും. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിച്ചന്തയും ഉയർന്നിരിക്കുന്ന ദൈവം പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കരുത്തിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാ ഭാരവും നീങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വേദനയും നീങ്ങട്ടെ. എല്ലാ ദുഃഖം നീങ്ങട്ടെ. ജോലിയെക്കുറിച്ചുള്ള ടെൻഷൻ മാറട്ടെ. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദികൾ മാറട്ടെ. ഭവനത്തെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ നീങ്ങട്ടെ. രോഗത്തെക്കുറിച്ചുള്ള വേദനകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ വേദനകളും അഴിഞ്ഞു മാറട്ടെ. ശക്തി പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനാകുന്ന